സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ഞാൻ പറഞ്ഞില്ലേ, വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം സിൻടാക്സ് പറയുകയാണെങ്കിൽ വൺ ലൈനേ ഉള്ളൂ, സിമ്പിളാണ്. ക്ലാസ് പഠിച്ചവർക്ക് വളരെ എളുപ്പമാണ്. അപ്പം അപ്പോൾ ചോദിക്കുക, എന്തിനാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് ഇൻഹെറിറ്റൻസ് എന്ന് ഫീച്ചർ ഉണ്ടല്ലോ, ആ ഫീച്ചർ പഠിപ്പിക്കാൻ ഇത്ര സമയം മതിയോ എന്ന് ചോദിച്ചാൽ അത്ര പോരാ. ഇപ്പോൾ ബേസിക്സ് ആണെങ്കിൽ അത്ര മതി, പക്ഷേ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അത്രയും പോരാ. കാരണം പൈത്തൻ്റെ ബിഹേവിയറോട് എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുകയില്ലെങ്കിൽ ദിസ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നത്, അതായത് നമ്മൾ പാരമ്പര്യമായിട്ട് വരുന്ന, അത് പറഞ്ഞില്ല, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് എന്ന് പറയുമ്പം കുറേ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് തന്നെയാണ് ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്. അപ്പോൾ ആ ഒരു സാധനം തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പം മനുഷ്യന്മാരെങ്ങനെയാണ്, ഓരോ തലമുറ കഴിയുമ്പോഴും ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, കൈമാറി വരും. ചിലപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ സ്വത്തുകൾ കിട്ടും, അല്ലെങ്കിൽ അവരുടെ ചില ക്വാളിറ്റീസ് കിട്ടും, മുഖം കിട്ടും, കളർ കിട്ടും, നിറം കിട്ടും, മുടി കിട്ടും, അങ്ങനെ കുറേ ക്വാളിറ്റീസ് ചില ആൾക്കാർക്ക് ആട്രിബ്യൂട്ട്സ് ഇങ്ങോട്ട് മാറും. ചില ആൾക്കാരുടെ സ്വഭാവം പോലെ അങ്ങനെ മാറും. എന്ന് വെച്ചാൽ നമ്മളുടെ മെത്തേഡ്സും ആട്രിബ്യൂട്ട്സും ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ ആയിരിക്കും. ഓക്കെ, അപ്പം തലമുറകളാണ് ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ്. നിങ്ങളിപ്പോൾ എൻ്റെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതോ ഒരു തലമുറയുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു വരാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഹൈറാർക്കി ഉണ്ട്. നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും ഒരു പാരമ്പര്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ടുപേരുടെയും പാരമ്പര്യം പറയാൻ പറ്റുന്ന വലിയൊരു ബ്രാഞ്ച്, ഒരു വലിയ ട്രീയിലേക്കായിരിക്കും നിങ്ങൾ പോവുക, അല്ലേ? അപ്പോൾ എന്നതുപോലെ തന്നെ ആ ഒരു ഫീച്ചർ തന്നെയാണ് പൈത്തൺ അല്ല, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗുണം എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടാവത്തില്ല, മുത്തച്ഛൻ്റെ കയ്യിൽ ഉണ്ടാവത്തില്ല, പക്ഷേ ഏതെങ്കിലും ഒരു ആളുടെ തലമുറയിൽപ്പെട്ട ഒരാളുടെ ഉണ്ടാവും. അത് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾ ചകഞ്ഞ് പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ എൻഡ് അപ്പ് സംവെയർ, എവിടെയെങ്കിലും എത്തും കേട്ടോ. എവിടെ നല്ല ചുമ്മാ കളഞ്ഞു കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അത് എവിടെന്നെങ്കിലും കിട്ടിയതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സാധനവും. അതുമല്ല, നിങ്ങൾക്ക് സർട്ടൺ ക്വാളിറ്റീസ് നിങ്ങളുടെ അച്ഛനിൽ നിന്ന് ആഗ്രഹം ഉണ്ടാവത്തില്ല, എന്നാൽ നിങ്ങളുടെ മുത്തച്ഛനിൻ്റെ ഏതെങ്കിലും ഒരു നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് അത് ഇൻഹെറിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലിസിറ്റി പറയുകയാണ്, എനിക്ക് ഈ ഒരു ക്വാളിറ്റി നാളെ പോലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. മനസ്സിലായി? കസ്റ്റമൈസേഷനും പോസിബിളാണ് ഇൻഹെറിറ്റൻസിൽ. അത് നിങ്ങൾ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതേപോലെ ഒന്ന് ആളെ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. സോ ഇൻഹെറിറ്റൻസ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ 20 മിനിറ്റ് കഥ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ 3 മിനിറ്റിൽ ഞാൻ ഇൻഹെറിറ്റൻസ് തീർത്തു. സിമ്പിൾ, ദിസ് ഈസ് ഓൺലി ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇത് നോക്കണ്ട, ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസിലേക്ക് നോക്കാം. അതിലൊന്നാമത്തത് ഇതിൻ്റെ സിൻടാക്സ്. അപ്പം നമ്മൾ നോക്കണമല്ലോ എങ്ങനെയാണ് ഇത് എഴുതുക, അതറിയണമല്ലോ. അപ്പോൾ അതിനകത്ത് എഴുതേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് നെയിം കോളൻ, ഇത്രയും കഴിഞ്ഞാൽ ക്ലാസിൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പുതിയ ക്ലാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പൈത്തൻ്റെ ബിഹൈൻഡ് ദ സീൻ എങ്ങനെ നടക്കാമെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിവിടെ ക്ലാസ് ഉണ്ടാക്കുകയാണ്, ഞാനിത് ജസ്റ്റ് പാസ് ചെയ്യുന്നതെന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഒരു ജസ്റ്റ് ഒരു ഓപ്പറേഷൻ ചെയ്യണം, ഞാൻ പിന്നെ അത് പറഞ്ഞുതരാം. പ്രിൻ്റ് ക്ലാസ് നെയിം ഡോട്ട് MRO, ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കണ്ടിരുന്നാൽ മതി. അപ്പോൾ വേറൊരു ക്ലാസ് ഉണ്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു ക്ലാസ്സും മറ്റൊരു ക്ലാസ്സിൻ്റെ ഇൻഹെറിറ്റഡ് വേർഷനാണ്. അതായത് പൈത്തൺ 3.0 മുതൽ അങ്ങോട്ട് പൈത്തൺ എന്ത് ചെയ്തു, ഇതിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ എല്ലാം കൂടെ ചേർത്തിട്ട് മറ്റൊരു ക്ലാസ് ഉണ്ടാക്കി, പേരൻറ്റ് ക്ലാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്. ആ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ചിൽഡ്രൻസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ക്ലാസ്സും പൈത്തണിൽ. അതാണ് പൈത്തൻ്റെ ബിഹൈൻഡ് ദ സീൻ നടക്കുന്നത്. അപ്പം നമ്മൾ ചുമ്മാ ഉണ്ടാക്കുകയല്ല. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടില്ല, എന്നാൽ ഇപ്പം ഞാൻ പറയാൻ പോവാണ്, എനിക്ക് ഒബ്ജക്റ്റ് എന്നല്ല വേണ്ടത്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ക്ലാസ് നെയിം ഉണ്ടാക്കി, രണ്ടാമത്തെ ക്ലാസ് ഉണ്ടാക്കുക. അതായത് ഇതെൻ്റെ പേരൻ്റ് ആണെങ്കിൽ, ഇത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആണെങ്കിൽ ഞാനതെന്ന് പറയാണ്, എനിക്കിതൊരു ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കുകയാണ്. ഞാൻ ആ ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കുന്നത് എവിടെയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ പേരൻ്റ് ഈ ക്ലാസ്സാണ്. അപ്പോൾ ഞാനത് പാസ് ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചൈൽഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലാസ് നെയിം എന്ന് പറഞ്ഞ പേരൻറ്റിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ സിൻടാക്സ് ഇത്രേ ഉള്ളൂ. ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡുണ്ട്, ക്ലാസ് നെയിം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് നെയിമൊക്കെ ഇടുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ട്.
എന്നുവെച്ചാൽ പാസ്കൽ കോഡ് ഫസ്റ്റ് ലെറ്റർ. ക്ലാസ് നെയിം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻഹെറിറ്റൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ ബ്രാക്കറ്റ് ഇടുക. കാരണം എക്സിക്യൂഷൻ നടക്കുന്നത് അതിനകത്ത് പോയി നോക്കിയതിന് ശേഷം മാത്രമാണ് ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് പറയാം, പേരൻറ്റ് എവിടെ നിന്നാണ്, ഫ്രം എവിടെ നിന്നാണ്, ഫ്രം ക്ലാസ് നെയിം വിത്ത് എ കോളൻ. കഴിഞ്ഞു. ഇത്രയും സിമ്പിളാണ് ഒരു ക്ലാസ്സിൻ്റെ ക്ലാസ് അല്ല, ഹൈറാർക്കി ഇൻഹെറിറ്റൻസ് ഡെഫിനിഷൻ. പുതിയ ക്ലാസ്സിൻ്റെ പേര് പറയുന്നു, ഏത് ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്താണ്ട് MROയുടെ ഫീച്ചർ ഒന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ പേര് പറഞ്ഞെടുക്കുന്നു, ചൈൽഡ്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചൈൽഡ് ക്ലാസ്സാണ്, അതിൻ്റെ പേരൻ്റ് എന്താണ്, ക്ലാസ് നെയിമാണ്. കാരണം ക്ലാസ് നെയിമിൽ നിന്നുണ്ടാവാൻ പറഞ്ഞു. അതിൻ്റെ ശേഷം പറഞ്ഞ ക്ലാസ് നെയിം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, ഓബ്ജക്റ്റിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു. ഇതാണ് ഇൻഹെറിറ്റൻസിൻ്റെ ബേസിക് സിൻറ്റാക്സ്. ബാക്കി നമുക്ക് എന്താണ് MRO എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം ബേസിക് സ്റ്റോറി പറഞ്ഞു. ഞാൻ MROയെ കുറിച്ച് പറഞ്ഞില്ല, അല്ലേ? ഞാനത് ഇങ്ങോട്ട് എടുക്കട്ടെ. ഓക്കെ, സോ MRO എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ, അങ്ങനെ ഉണ്ടെന്ന്. റെസൊല്യൂഷൻ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഒരു മെത്തേഡിനെ നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ പാരൻറ്റിൽ ആർക്കെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റി നിങ്ങൾക്ക് എടുക്കാം, ബിഹേവിയർ എടുക്കാം. അപ്പം മെത്തേഡ്സ് എന്ന് എന്താണ്, ഫങ്ഷൻസാണ്. അപ്പോൾ ഫങ്ഷൻസിനെ നമ്മൾ ചുമ്മാതെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല, നമ്മൾ എവിടെയാണെന്നത് കണ്ടുപിടിക്കണം. പൈത്തന് മനസ്സിലാവണം ഇത് എവിടെ നിന്നാണ് എക്സിക്യൂട്ട് ആവുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം ഇതിനകത്തെന്ന് വെച്ചാൽ ദിസ് ഇസ് എൻ ഓർഡർ എന്ന് വെച്ചാൽ ഈ മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് എൻ ഓർഡർ ഇൻ വിച്ച് പൈത്തൺ ലുക്സ് ഫോർ മെത്തേഡ്സ് വെൻ യൂസിങ് സൂപ്പർ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സൂപ്പർ എന്നുള്ള ഇനി പഠിക്കാൻ പോകുന്ന സാധനം ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പൈത്തൺ കണ്ടുപിടിക്കുന്ന ഓർഡറാണ് ഈ പറഞ്ഞ മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ MRO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ പഠിക്കുകയാണെങ്കിൽ ഈ നമ്മളിത് പറഞ്ഞ മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ MRO എന്ന് പറഞ്ഞിട്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാം, MRO. ഇങ്ങനെ വിളിച്ചാലും സെയിം സാധനം കിട്ടും. പക്ഷേ ഇത്തവണ ട്യൂപ്പിളായിരിക്കും, നേരത്തെ ലിസ്റ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് എപ്പോഴും രണ്ടർ മെത്തേഡ്സ് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ട്യൂപ്പിളായിരിക്കും. അപ്പം MRO കണ്ടുപിടിക്കാനുള്ളതുള്ളൂ, നിങ്ങൾ ഏത് ക്ലാസ്സാണോ, ക്ലാസ്സിൻ്റെ ഏത് ക്ലാസ്സിനകത്തുള്ള റെസൊല്യൂഷനാണോ കണ്ടുപിടിക്കേണ്ടത്, അതേ ഡോട്ട് MRO ദ ഫംഗ്ഷൻ നെയിം ഓർ _MRO അതെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MRO കണ്ടുപിടിക്കാം. ആ MRO എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചൈൽഡ്, നിങ്ങളുടെ എന്താ പറയുക, പേരൻ്റൽ ഹൈറാർക്കി കണ്ടുപിടിക്കുക. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക മാപ്പൊക്കെ നോക്കി, എന്തിനു പറയുന്നത്, ആ ട്രീ ഒക്കെ നോക്കി പോയി ബ്രാഞ്ചസ് ഒക്കെ കണ്ടുപിടിക്കുന്ന പോലെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രേഖയാണ് MRO മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ. എവിടെ നിന്നാണ് നിങ്ങളുടെ എക്സിക്യൂഷൻ നടന്നതെന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് MRO എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. അതുകൊണ്ട് ഇത്തവണയൊക്കെ ഇതൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാനിത് വലിയ എക്സാമ്പിളൊക്കെ ആയിട്ട് ഇൻബിൽട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു ചൈൽഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനെ ഉണ്ടാക്കുന്നു. അത് ആരിൽ നിന്നുണ്ടാവണം, പേരൻറ്റ് 1 നിന്നും പേരൻറ്റ് 2 നിന്നും ഉണ്ടാവണം. ഇത് ഞാൻ മറ്റേ ഇൻഹെറിറ്റൻസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് ക്ലാസ് A എന്ന് പറഞ്ഞിട്ടൊരു പേരൻറ്റിനെ ഉണ്ടാക്കി. അപ്പോൾ ക്ലാസ് A ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, ഓബ്ജക്ട്സിൽ നിന്നാണ് ക്ലാസ് A ഉണ്ടായിരിക്കുന്നത്, അല്ലേ? രണ്ടാമത് ഞാൻ പറയുകയാണ്, അതിനകത്തൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം രണ്ടാമത് B എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്താണ്, B എന്തിൽ നിന്നുണ്ടാവുന്നു, Aയിൽ നിന്നുണ്ടാവുന്നു. ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ Aയിൽ നിന്നുണ്ടാവുന്നത് പേരൻറ്റ് A ആണ്. ഇപ്പോൾ Aയിൽ നിന്നുണ്ടായതാണ് B എന്ന് പറഞ്ഞാൽ Aയുടെ ക്വാളിറ്റീസ് എല്ലാം Bക്കുണ്ട്. അതുകൂടാതെ Bയുടെ ഫംഗ്ഷനാലിറ്റിയിൽ കസ്റ്റമൈസേഷൻ വരുത്തിയിട്ടുണ്ട്. എടുത്തു, പക്ഷേ എന്നാൽ മാറ്റം വരുത്തി. അടുത്ത മൂന്നാമത്തെ ക്ലാസ് പറയുന്നത് C എന്ന് പറഞ്ഞ ക്ലാസ് ഡിഫൈൻ ചെയ്തു. അതുണ്ടായിരിക്കുന്നതും Aയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടായി, അതും Aയുടെ ഡെഫിനിഷൻസ് തന്നെയാണ് എടുക്കുന്നത്. അതെന്ത് ചെയ്യുന്നു, വേറൊരു കസ്റ്റമൈസ്ഡ് ഫംഗ്ഷനാലിറ്റി ഉണ്ടാക്കി. ഇതും നോക്കണ്ട, സൂപ്പർ ഡു അതും നോക്കണ്ട, സൂപ്പർ അതൊക്കെ നമുക്ക് നോക്കാം. നാലാമതെന്ന് പറഞ്ഞാൽ D എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കുന്നു. അതുണ്ടായിരിക്കുന്നത് Bയിൽ നിന്നും Cയിൽ നിന്നുമാണ്, അച്ഛനും അമ്മയിൽ നിന്നുമാണ്. എന്ന് വെച്ചാൽ B എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷനാലിറ്റി, C എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് രണ്ടിൻ്റെയും ഗുണങ്ങൾ കാണിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, മറ്റൊരു ചൈൽഡ് ഉണ്ടായി. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മെത്തേഡ് റെസൊല്യൂഷൻ എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്. അതായത് D എന്ന് പറഞ്ഞ ക്ലാസ്സാണ് നമുക്ക് അവസാനം ഉണ്ടാക്കിയിരുന്ന കുട്ടി. ആ കുട്ടിയുടെ പേരൻസ് ആരൊക്കെയാണെന്ന് നോക്കി പോകണം.
ഞാൻ ഒന്ന് പ്രിൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താണ് സിൻറ്റാക്സ് MRO കാണാനുള്ള സിൻറ്റാക്സ് എന്താണ്, നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് ആ ക്ലാസ്സിൻ്റെ പേര് .MRO എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നതാണ് ഡി എന്ന് പറഞ്ഞതല്ലോ മെയിൻ ക്ലാസ് ഉണ്ട്, അതിനകത്തൊരു എക്സിക്യൂഷൻ ഉണ്ട്. അതിനുശേഷം രണ്ടാമത്തെ പേരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ആണ് രണ്ടാമത്തെ പേരൻ്റ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് ബിയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ സിയിൽ നിന്നും ഇൻഹെറിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിയുടെ ഇൻഹെറിറ്റൻസ് കഴിഞ്ഞിട്ട് ശേഷം സിയിലേക്ക് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, എയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എ എന്ത് ചെയ്തു, ഓബ്ജക്റ്റിലേക്ക് റെഫർ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇതിനകത്ത് ഒരു സൂപ്പർ എന്ന് പറഞ്ഞ ഫങ്ഷണാലിറ്റി ടൈറ്റ്ലി കപ്പിൾഡ് വിത്ത് ദി MRO ഫീച്ചർ. അതായത് മെത്തേഡ് എങ്ങനെ വന്നിരിക്കുന്നു മനസ്സിലാവുന്നതിൻ്റെ ഒരു എക്സാക്റ്റ് എക്സാമ്പിളാണ് ഈ പറഞ്ഞ. ഇത് അറിയേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ MRO. അത് നമുക്ക് ലാസ്റ്റ് ഒരു എക്സിക്യൂഷൻ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അന്നേരം മനസ്സിലാവും നിങ്ങൾക്ക് MRO എങ്ങനെയാണ്, MROയും സൂപ്പർ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഹെറിറ്റൻസ് ഞാൻ പറഞ്ഞില്ലേ, പറയണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ സാധനം പറഞ്ഞു തീർക്കാം. പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോകാനാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് കാണിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ഒബ്ജക്റ്റ് അല്ല, അതിൻ്റെ പേര് തന്നെയാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. അതാണ് ബേസ് ക്ലാസ്. എല്ലാ ക്ലാസ്സസിൻ്റെയും ബേസ് Python 3 മുതൽ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ഭാഗമായിട്ട് അതുണ്ടാകുക ബേസ് ക്ലാസ് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഏത് ക്ലാസ് ഉണ്ടാക്കിയാലും ഒബ്ജക്റ്റിൽ നിന്നായിരിക്കും ഇൻഹെറിറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് സൂപ്പർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റിയാണ്. സൂപ്പർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് മിക്കവാറും എല്ലാ ഇപ്പോൾ ഞാനിവിടെ സൂപ്പർ എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ സൂപ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതേണ്ട കാര്യം എന്തിനാണ്? അപ്പോൾ എഴുതലല്ല ഉദ്ദേശം, നമുക്ക് എന്തിനാണ് എഴുതുന്നത്, പൈത്തൺ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക, ഇതാണ് എൻ്റെ പറയേണ്ട ഉദ്ദേശം. അതിനുശേഷം എക്സ്പ്ലിസിറ്റ് എന്താണ്, സൂപ്പർ എന്താണ്, എൻ്റെ കമ്പാരിസൺ എന്താണ്, എൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ്, ഇത് പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കോഴ്സ് തീരുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ പറയാം. സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. ഈസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞ സമ്മും ടൈപ്പൊക്കെ പോലെ തന്നെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാലിറ്റിയാണ്. ദാറ്റ് റിട്ടേൺസ് എ പ്രോക്സി ഒബ്ജക്റ്റ് ടു ദി നെക്സ്റ്റ് ക്ലാസ് ഇൻ ദി MRO. അതായത് ഈ സൂപ്പറിന് എന്ത് ചെയ്യുന്നു, ഇത് പ്രോക്സിയാണ്. ഈ പ്രോക്സിയിലേക്ക് വരുന്ന വാല്യൂ എന്താണ്, അടുത്ത എലമെൻറ്റ് ഇൻ ദി MRO. അത് ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണെന്ന്. ഓക്കെ, ഇതെന്താണ്, അലൗസ് യു ടു കോൾ എ മെത്തേഡ് ഫ്രം എ സൂപ്പർ ക്ലാസ് വിതൗട്ട് ഹാർഡ് കോഡിംഗ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ് നെയിം കൃത്യമായിട്ട് എക്സ്പ്ലിസിറ്റ്ലി പറയാതെ, ഞാൻ പറയാം എന്താണ്, എക്സ്പ്ലിസിറ്റ്ലി ക്ലാസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ സൂപ്പർ ഫംഗ്ഷനാലിറ്റി. സൂപ്പർ ഹെൽപ്സ് യു കോൾ ദ നെക്സ്റ്റ് മെത്തേഡ് ഇൻ ദ ഇൻഹെറിറ്റൻസ് ചെയിൻ, നോട്ട് ജസ്റ്റ് ഡയറക്റ്റ് പാരൻറ്റ്. അതായത് ഡയറക്റ്റ് പാരൻറ്റ് വിളിക്കാതെ നിങ്ങളുടെ ഇൻഹെറിറ്റൻസ് ചെയിൻ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും എക്സിക്യൂഷൻ നടക്കുക. ഇറ്റ് വർക്ക്സ്. അത് MRO എന്ന് പറഞ്ഞാൽ പൈത്തൻ്റെ ഫീച്ചറുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്തത്. എന്നുവെച്ചാൽ ഇൻഹെറിറ്റൻസ് റിലയബിൾ ആക്കുക, വിശ്വസിക്കുന്നതാക്കുക. കാരണം നിങ്ങൾ ഈ പറഞ്ഞ നമ്മൾ ഇതിൽ പറഞ്ഞ ബിറ്റ് കോയിൻ ചെയിനൊക്കെ കണ്ടിട്ടില്ലേ, അത് തന്നെ സാധനം, അത് പറയാൻ പറ്റിയ സാധനമാണ്. അതായത് ബിറ്റ് കോയിൻ്റെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ബിറ്റ് കോയിൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആരുടെ കയ്യിൽ നിന്ന് വന്നു, അയാളുടെ എന്ത് കുറച്ച് ഒബ്ജക്ട്സ് അല്ലേ, ആ ഒരു ഒബ്ജക്റ്റ് അല്ലേ, ഒബ്ജക്റ്റിലേക്ക് കുറേ പാരാമീറ്റേഴ്സ് ഇല്ലേ, ആ പാരാമീറ്റേഴ്സ് എവിടെ നിന്ന് വന്നു, അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ട്രസ്റ്റബിൾ അല്ലേ, അത് റിലയബിൾ ആണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങളുടെ ഇരിക്കുന്ന ബിറ്റ് കോയിൻ വന്നിരിക്കുന്ന ഒറിജിനൽ സോഴ്സിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാം. അത് തന്നെയാണ് ഇൻഹെറിറ്റൻസ് പ്രത്യേകത. ഇൻഹെറിറ്റൻസിൽ നിങ്ങളുടെ DNA ആണ് ഇത്, DNA എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെ നടന്നു. അപ്പോൾ ആ DNA തന്നെയാണ് ഈ പറഞ്ഞ MRO. അതുപോലെ സൂപ്പർ ചെക്സ് MRO ആൻഡ് റീപ്ലേസ് സൂപ്പർ വിത്ത് നെക്സ്റ്റ് ക്ലാസ് നെയിം. അതായത് ഇതിനകത്ത് വരുന്ന ആക്ഷൻ നടക്കുന്നത് വെച്ചാൽ ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത്. നിങ്ങളിത് പറഞ്ഞ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. ലെറ്റ്സ് ഗോ വിത്ത് ഇറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, പേരൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാക്കി, ജസ്റ്റ് പേരൻ്റ്. അതിനകത്ത് എന്ത് ഗ്രീറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതെന്താണ് അറിയാമല്ലോ, സെൽഫ് എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിൻ്റെ മെത്തേഡാണ്, എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സെൽഫ് എന്താണ്, ഓബ്ജക്റ്റിൻ്റെ പേരാണ്, അറിയാമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത്, പ്രിൻറ്റ് ഹലോ ഫ്രം ദി പേരൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യും. രണ്ടാമത് ഞാൻ പറയുകയാണ്, ചൈൽഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കണം. അതുണ്ടാകേണ്ടത് എവിടെ നിന്നാണ്, പേരൻറ്റിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് അല്ലേ. അപ്പോൾ എന്താ, ഇത് പേരൻറ്റും ഇത് ചൈൽഡും. അപ്പോൾ പേരൻറ്റിൽ നിന്നുള്ള കുറച്ച് ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ പറയുന്നത് ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതായത് നമ്മൾ പറയുന്നത് ഇവിടെ ഗ്രീറ്റ് ഉണ്ട്, ആ ഗ്രീറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ആ ഫംഗ്ഷനാലിറ്റി വീണ്ടും വിളിക്കണം. കാരണം ചൈൽഡിനകത്തുള്ള ഗ്രീറ്റും മറ്റൊന്നും നമ്മൾ വ്യത്യാസമുണ്ട്. കാരണം ഇത് പേരൻറ്റ് ഡോട്ട് ഗ്രീറ്റും ഇത് ചൈൽഡ് ഡോട്ട് ഗ്രീറ്റുമാണ്. അതാണ് നേരത്തെ പറഞ്ഞ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ ബൈൻഡിങ്. ഒരേ പേരിൽ രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എൻക്യാപ്സുലേഷനാണ്. അപ്പോൾ അതും ഒരു ഒബ്ജക്റ്റ് മെത്തേഡാണ്, ക്ലാസ് മെത്തേഡല്ല. അതിനകത്ത് പറയുകയാണ് പേരൻറ്റ് ഡോട്ട് ഗ്രീറ്റ്, അതായത് പേരൻറ്റിനകത്തുള്ള ഗ്രീറ്റിനെ കോൾ ചെയ്യാൻ പറഞ്ഞു സെൽഫ് വഴി.
ഇതിനെയാണ് എക്സ്പ്ലിസിറ്റ് കോൾ എന്ന് പറഞ്ഞാൽ. എന്നാലും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, സ്റ്റേറ്റ് ക്ലിയർലി ആൻഡ് ഇൻ ഡീറ്റെയിൽ ലിവിങ് നോ റൂം ഫോർ കൺഫ്യൂഷൻ ഓർ ഡൗട്ട്. എന്നുവെച്ചാൽ നിങ്ങളിവിടെ വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ പറയാണ് എൻ്റെ പേരൻ്റാണ്, അയാളിൽ നിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അല്ല നേരത്തെ പറഞ്ഞില്ല, പാരാമെട്രൈസ്ഡ് അല്ല, ആർക്കും വന്ന് ചെയ്യാൻ പറ്റില്ല. ഇത് ഹാർഡ് കോഡറാണ്. ഈ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് റെക്കമെൻഡഡ് അല്ല, പക്ഷേ ഇങ്ങനെ വിളിക്കാൻ പറ്റും. അത് എക്സ്പ്ലിസിറ്റ് കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് പോയി പേരൻറ്റിനെ വിളിച്ച് അതിൻ്റെ ഫംഗ്ഷനാലിറ്റി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. അതിനുശേഷം പറയുന്നു, അപ്പോൾ എന്താ ഈ ഫംഗ്ഷനാലിറ്റി ഇവിടെ എക്സിക്യൂട്ട് ആവുന്നു, ഹലോ ഫ്രം പേരൻറ്റ് എക്സിക്യൂട്ട് ആയി. അതിനുശേഷം പറയുന്നു പ്രിൻറ്റ് ഹലോ ഫ്രം ദി ചൈൽഡ്. പിന്നെ അതിനുശേഷം അപ്പോൾ ഞാൻ ഇതും റൺ ചെയ്യാം, അത് മറ്റൊരു മാത്രം റൺ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ സിൻറ്റാക്സ് എന്താണ്, ഒബ്ജക്റ്റ് നെയിം. ഇപ്പോൾ ഞാൻ പറയാം ഒരു ബോയ് എന്ന് പറഞ്ഞ സിൻറ്റാക്സ് ഉണ്ടാക്കുന്നത് ചൈൽഡാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പം ചൈൽഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അറിയാലോ ഡണ്ടർ ഇനിറ്റ്. ഇതിനകത്ത് ഡണ്ടർ ഇനിറ്റ് ഇല്ല, അതുകൊണ്ട് ഒന്നും ചോദിക്കത്തില്ല പാരാമീറ്റേഴ്സ്. പക്ഷേ ഗ്രീറ്റ് ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് അത് ഒബ്ജക്റ്റിനെ എടുക്കും. അതായത് സെൽഫ് മാത്രമേ പാരാമീറ്റർ ഉള്ളൂ. അപ്പോൾ ബോയ് ഈസ് ഈക്വൽ ടു സെൽഫായി. ഇതൊക്കെ അറിയത്തില്ല, ചോദിക്കുക, മനസ്സിലായാലും പറയാം കേട്ടോ. അപ്പോൾ കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ ആയി. അപ്പോൾ നമ്മൾ പറയണം പ്രിൻറ്റ് ബോയ്. അപ്പോൾ ബോയിൽ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ പ്രിൻ്റ് എടുക്കുകയാണ്. ചൈൽഡ് എക്സിക്യൂഷൻ നടന്നു. ബോയ് ഡോട്ട് ഗ്രീറ്റ് എടുക്കാം, ഗ്രീറ്റ്. അപ്പോൾ ഉണ്ടോ ഹലോ ഫ്രം പേരൻറ്റിൻ്റെ. അപ്പോൾ എന്താ ഈ എക്സിക്യൂഷൻ നടന്നത് എവിടെയാണ്, പേരൻറ്റിലാണ്. അതായത് 84th ലൈനിലാണ് എക്സിക്യൂഷൻ നടന്നത്. അതെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പേരൻറ്റിൽ പോയി വിളിച്ചുകൊണ്ടുവന്നതാണ്. അതാണ് ഈ മെത്തേഡ് റെസൊല്യൂഷൻ്റെ ഒരു പ്രത്യേകത. അതായത് നമ്മളുടെ ഫംഗ്ഷനാലിറ്റി എവിടെ കിടക്കുന്നു എന്നുള്ളത് MROയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അത് നമുക്ക് നോക്കാം, MRO നോക്കാം. എന്നിട്ട് പറയുകയാണ് ദിസ് ഈസ് ഫ്രം ദി ചൈൽഡ്. അതിനുശേഷം എന്താ റിട്ടേൺ ആണ്. കാരണം എന്താണ്, ഇതിനകത്ത് റിട്ടേൺ സ്റ്റാറ്റസ് ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യും, 12 റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇപ്പോൾ റിട്ടേൺ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ സ്റ്റാറ്റസ് കൊടുക്കുന്നില്ല. അറിയാലോ ഡണ്ടർ മെത്തേഡിന് റിട്ടേൺ ഇല്ല, ജസ്റ്റ് ആട്രിബ്യൂട്ട് ഇനീഷ്യലൈസേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ തലമുറ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. പ്രിൻറ്റ് എന്താണ് നമ്മുടെ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് അല്ലേ, അവസാനത്തെ ക്ലാസ് ചൈൽഡ് അല്ലേ, ചൈൽഡ് ഡോട്ട് MRO എടുത്തു. ആ ഫംഗ്ഷനാലിറ്റി എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ചൈൽഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പേരൻറ്റിൽ നിന്നാണ്, പേരൻറ്റ് ഉണ്ടായിരിക്കുന്നത് ഒബ്ജക്റ്റിൽ നിന്നാണ്. അപ്പം ഇതിൻ്റെ മെത്തേഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് എവിടെ പോയി നോക്കണമെന്നറിയാം, പേരൻറ്റിൽ പോയി നോക്കണം. നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ MROയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം നിങ്ങൾ ഈ പറഞ്ഞ സാധനം നിങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇനി പറഞ്ഞ പൈത്തൻ്റെ ഇൻ്റലിജൻസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻ്റലിജൻസ് എവിടെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അടുത്തൊരു സെറ്റപ്പാണ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാലിറ്റി, ഇൻബിൽറ്റ് ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് സെയിം ലോജിക്കാണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് വി ആർ സെയിങ് പേരൻറ്റ്, നമ്മളെന്താണ് പറയുന്നത് ഇവിടെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാലിറ്റി അവിടെ റീപ്ലേസ് ചെയ്യാണ്. വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. പേരൻ്റ് എന്നുള്ള സാധനം നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറയാതെ പാരാമെട്രൈസ് ചെയ്ത് പറയുകയാണ്, സൂപ്പർ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ആ സൂപ്പറിൻ്റെ എക്സിക്യൂഷൻ റിസൾട്ട് എന്താണ് പറയൂ, ദി എക്സിക്യൂഷൻ റിസൾട്ട് ഓഫ് ദി സൂപ്പർ ഈസ് ദി നെക്സ്റ്റ് എലമെൻറ്റ് ഫ്രം ദി MRO. ശരിയല്ലേ? അപ്പോൾ നമുക്ക് MRO നോക്കാം. ഞാനത് കമൻറ്റ് ചെയ്യുന്നു. നമ്മുടെ MRO എന്താണ്, ചൈൽഡാണ് MRO ഫസ്റ്റ്. അപ്പോൾ ചൈൽഡിനകത്തുള്ള എക്സിക്യൂഷൻ എന്താണ്, ഗ്രീറ്റ് ഡിഫൈൻ ചെയ്തു. ഈ ഫംഗ്ഷനാലിറ്റിയാണ് അതിനകത്തുള്ള ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എക്സിക്യൂഷൻ നടന്നു. ആ എക്സിക്യൂഷൻ നടന്നു വന്നപ്പോൾ എന്താണ് ചോദിച്ചത്, സൂപ്പർ പറഞ്ഞു, സൂപ്പർ ഡോട്ട് ഗ്രീറ്റ് ചോദിച്ചു. അപ്പം ഞാൻ പൈത്തൻ്റെ രീതിയിലാണ് ചിന്തിക്കുന്നത്, അല്ലാതെ നമ്മൾ സാധാരണക്കാരനെ പോലെയല്ല. പൈത്തൺ എങ്ങനെ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അപ്പം നോക്കും സൂപ്പറിനെ റീപ്ലേസ് ചെയ്ത് എന്തുകൊണ്ടാണ്. അപ്പോൾ നോക്കും ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് പാരൻറ്റ്. അപ്പോൾ പാരൻ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, കാരണം ക്ലാസ് ആണല്ലോ പാരൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ എന്ത് ചെയ്തു, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ സൂപ്പർ ഈസ് ഈക്വൽ ടു പാരൻറ്റ്. മനസ്സിലായി? അപ്പോൾ ഇനി എന്താ വരുന്നത്, അപ്പോൾ നമുക്ക് സൂപ്പർ ഡോട്ട് ഗ്രീറ്റ് എന്ന് വിളിച്ചതിന് പകരം എന്താണ് വരുന്നത്, പാരൻറ്റ് ഡോട്ട് ഗ്രീറ്റ് ആയില്ലേ, കാരണം നമ്മളിവിടെ റീപ്ലേസ് ചെയ്തു. എന്തുകൊണ്ടാണോ, ഇതെന്താണ് ക്ലീനർ ആൻഡ് സേഫറാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ട ഇതെവിടെ കിടക്കുന്നു എന്ന്. പൈത്തൺ തന്നെ പോയി തപ്പ പിടിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമല്ലേ. നിങ്ങൾ ഇനി ഇൻ കേസ് പേരൻറ്റിൻ്റെ പേര് പേരൻറ്റ് 1 എന്ന് ഒരു ദിവസം അങ്ങ് മാറ്റുകയാണ്, ചിലപ്പം അങ്ങനെ മാറ്റത്തില്ല, മരിച്ചു പോയല്ലേ. പക്ഷേ എന്നിരുന്നാൽ തന്നെ നിങ്ങളുടെ പേരൻറ്റിലൊരു സ്വഭാവം മാറ്റി, അറിയാമല്ലോ, നിങ്ങളുടെ അച്ഛൻ്റെ പേര് മാറ്റി,
അപ്പോൾ നിങ്ങൾ പറയാണ് എൻ്റെ അച്ഛൻ്റെ പേര് ഇപ്പം എൻ്റെ അച്ഛൻ്റെ പേര് വാപ്പയുടെ സാലി എന്നാണ്. അപ്പോൾ സാലി ഡോട്ട് ഗ്രീറ്റ് എന്ന് വിളിച്ചു. അപ്പം ഞങ്ങളുടെ വാപ്പയുടെ പേര് നാളെ വന്നിട്ട് പറയാണ് വേറെ എന്തെങ്കിലും പേരിട്ടു, അബൂന്നും കിട്ടു. ഓക്കെ, അപ്പോൾ അബൂന്ന് പേര് മാറ്റി. അപ്പോൾ ഞാൻ പറയാണ് സാലിഹ് ഡോട്ട് ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേരൻ്റ് ഉണ്ട് എനിക്ക്. അതിനകത്ത് പോയി എക്സിക്യൂഷൻ നടക്കുമ്പോൾ പൈത്ത് നോക്കുമ്പോൾ സാലിഹ് ഇപ്പോൾ ഗ്രീറ്റ് ഇല്ല. അപ്പോൾ ഞാൻ പേരൻ്റ് ഒന്നാക്കിയില്ലേ, പിന്നെ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഈസി ഇൻസ്റ്റോ എവിടെയാണിത്, ലൈൻ നമ്പർ 97 അതുപോലെ 98. അപ്പോൾ പറയണത് പേരൻ്റ് എന്ന് പറഞ്ഞ സാധനം ഡിഫൈൻ ചെയ്തിട്ടില്ല. നിങ്ങൾ കഴിക്കുന്ന പേരൻ്റ് 1 ആണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുക. എന്ന് വെച്ചാൽ അച്ഛൻ്റെ പേര് മാറിയത് കുട്ടി അറിഞ്ഞിട്ടില്ല. അപ്പോൾ കുട്ടിയെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യരുത്, ദിസ് ഇസ് നോട്ട് എ സേഫ് മെത്തേഡ്. നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പേരൻറ്റിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ക്ലീനർ ആൻഡ് സേഫറാണ്, മറ്റേ ക്ലീനും സേഫും അല്ല. ഇതെന്താ, ഇത് എക്സ്പ്ലിസിറ്റാണ്, പാരാമീറ്ററൈസ് ആണ്, ഫങ്ഷൻസ് പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്. അത് പൈത്തൺ തന്നെ പോയി തപ്പി പിടിച്ചെടുത്തോളും. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു നോളജും വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പേരൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലും നിങ്ങൾക്ക് ഓക്കെയാണ്. അപ്പോൾ അത് ഞാനൊരു എക്സാമ്പിളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഫറൻസ് എന്താണ്, MRO സേഫാണ്, അത് സൂപ്പർ ഉപയോഗിക്കുമ്പോൾ സേഫാണ്, മറ്റേത് ഇല്ല, സേഫ് അല്ല. കാരണം ബ്രേക്സ് MRO ബ്രേക്ക് ചെയ്യും, കാരണം MROയുടെ പോളിസി അങ്ങനെയല്ല. പിന്നെ സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഇത് പറയാം അതിലേക്ക്. അപ്പോൾ ഇതിപ്പോൾ സൂപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇതിനകത്തെന്ന് വെച്ചാൽ ബ്രേക്ക് വരുന്നത്, കാരണം ഒരാൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്രേക്ക് ആവും, പറഞ്ഞ റെഫറൻസ് ബ്രേക്ക് ആവും. പിന്നെ ഇതുപോലെ ഫ്യൂച്ചർ പ്രൂഫാണ്, റീനെയിമിംഗ് ബേസ് ക്ലാസ്. അതായത് നേരത്തെ കാണിച്ചല്ലേ, പേര് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇത് ഫ്യൂച്ചർ പ്രൂഫാണ്. നിങ്ങൾക്ക് എപ്പോഴും ലോങ് ലാസ്റ്റിംഗ് ആണ്. മറ്റേന്ന് പറഞ്ഞാൽ ഹാർഡ് കോഡറാണ് ക്ലാസ് നെയിം, അതുകൊണ്ട് ഇതെപ്പോൾ വേണമെങ്കിലും പൊട്ടാം, അത് ഫ്യൂച്ചറൊന്നുമില്ല. അപ്പോൾ ക്ലീനർ സിൻടാക്സ് ആണ്, മാനുവൽ ആൻഡ് വെർബോസ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട രീതിയിലുള്ള കോഡിംഗ് ആണ്, അതൊരിക്കലും ചെയ്യരുത്. എപ്പോഴും പാരാമീറ്ററൈസ്ഡ് കോഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴാണ് ഇത് ഉപയോഗിക്കണം, വെൻ ടു യൂസ് വാട്ട്, എപ്പോഴും എക്സ്പ്ലിസിറ്റ് കോഡ് ഉപയോഗിക്കണം, എപ്പോൾ സൂപ്പർ കോഡ് ഉപയോഗിക്കണം, അതൊരു ചോദ്യമാണ്. അപ്പോൾ സൂപ്പർ ഉപയോഗിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൾവേസ് എപ്പോഴൊക്കെയാണ് യു ആർ യൂസിങ് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സൂപ്പർ ഉപയോഗിച്ചിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ സൂപ്പർ ഉപയോഗിക്കേണ്ട ഇൻഹെറിറ്റൻസ് സമയത്ത് മാത്രമാണ്, എസ്പെഷ്യലി വിത്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല എവിടെ എങ്ങനെയൊക്കെയാണ് പോകാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ആ കൺഫ്യൂഷൻസ് പൈത്തൺ തന്നെ ഒഴിവാക്കിക്കോളും. എങ്ങനെ, പൈത്തൺ തന്നെ ഓട്ടോമാറ്റിക്കലി പോയി നോക്കും. അല്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് ബ്രേക്ക് ആവും. ഓർ വെൻ പേരന്റ് ലോജിക് മൈറ്റ് ഇവോൾവ് ഓർ എക്സ്പാൻഡ്, എന്ന് വെച്ചാൽ പേരൻറ്റിൻ്റെ ലോജിക്ക് എപ്പോഴും മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് വെർബോസായിട്ട് പോയി എഴുതി കൊടുക്കുന്നതിന് പകരം പൈത്തൺ ചെയ്തോട്ടെ, അതല്ലേ നല്ലത്. അപ്പോൾ ആണ് സൂപ്പർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് സൂപ്പർ എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഉപയോഗിക്കൽ, ഫംഗ്ഷൻ ഉപയോഗിക്കലാണ്. എക്സ്പ്ലിസിറ്റ് കോൾ ഉപയോഗിക്കരുത്. ഉപയോഗിക്കണമെന്ന് വെച്ചാൽ പേരൻറ്റ് യു നോ എക്സാക്ട്ലി വാട്ട് പേരൻറ്റ് മെത്തേഡ് ടു കോൾ, നിങ്ങൾക്കറിയാം ആരെ വിളിക്കണമെന്ന്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ DNA പരിശോധിക്കലാണ് ഇത്. എന്നാൽ ഇത് നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ അച്ഛൻ ഇയാളാണ് എന്നാണ് എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ നേരിട്ട് ആളെ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ വഴി ഒരാളെ പ്രൂവ് ചെയ്യുന്നത് ഇതാണ് നിങ്ങളുടെ അച്ഛൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിന് കൂടുതൽ അനോമലി എനിക്ക് ഇൻഹെറിറ്റൻസ് ഒന്നും പറ്റത്തില്ല, കാരണം ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ യു വാണ്ട് ടു സ്കിപ്പ്, തമാശ പോലെ തോന്നുന്നു. ഇതാണ് ശരി ഇൻഹെറിറ്റൻസ് പറഞ്ഞതാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇൻഹെറിറ്റ് ചെയ്തേക്കാണ്. യു വാണ്ട് ടു സ്കിപ്പ് ദ MRO ഇൻറ്റൻഷനലി, അതായത് MRO നിങ്ങൾക്ക് മനഃപൂർവ്വം ഒഴിവാക്കണമെന്ന് എന്ന് വെച്ചാൽ പൈത്തൺ പണി കൊടുക്കണ്ട എന്ന് പറയാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഇയാളുടെ അച്ഛൻ എൻ്റെ വേല, ഇയാളാണെന്ന് എഴുതി വെച്ചു കുഴപ്പമില്ല എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പം റെക്കോർഡ്സ് ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് പറയുന്ന ഒരു സാധനം, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, സിസ്റ്റമാറ്റിക് അല്ല. നെവർ ഫോളോ ദാറ്റ്. അപ്പോൾ നമുക്ക് ഓർഡർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉപയോഗിക്കാം, നോക്കാം. ഓക്കെ, കോപ്പി മനസ്സിലാവുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈസ് വെരി വാല്യുബിൾ. അതുപോലെ തന്നെ ആർക്കെങ്കിലും നല്ല രീതിയിൽ ഇതേപോലെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ റെക്കമെൻഡ് ദിസ് വീഡിയോ, നോട്ട് ഫോർ വ്യൂവർഷിപ്പ് ബട്ട് ഫോർ ക്ലിയർ ലേണിംഗ്. യൂസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഉണ്ട്, അതിനകത്ത് ഇനിറ്റ് മെത്തേഡ് ഉണ്ട്, അറിയാലോ. ഡണ്ടഡ് ഇനിറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനകത്തല്ലോ, എന്തായാലും പറഞ്ഞാൽ മെത്തേഡ്സിൻ്റെ വീഡിയോ ഉണ്ട്, അതിനകത്ത് പോയി കണ്ടോ കേട്ടോ. അപ്പോൾ ഡണ്ടഡ് ഇനിറ്റാണ് ആദ്യം കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് ഇനിഷ്യലൈസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ സ്റ്റാറ്റസ് ഇല്ല, ഒള്ളി ആട്രിബ്യൂട്ട്. റിട്ടേൺ സ്റ്റാറ്റസ് വരാൻ പാടില്ലാത്ത സാധനമാണ് ഡണ്ടഡ് ഇനിറ്റ്. അപ്പം അതിനകത്ത് യൂസർ നെയിമിനെ സേവ് ചെയ്യുന്നു, യൂസർ നെയിം ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കുന്നു, അതാണ് നമ്മുടെ പേരൻറ്റ് യൂസർ. അതിനകത്ത് ലോഗിൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഫീച്ചറുണ്ട്, അതെന്ത് ഓബ്ജക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഓബ്ജക്റ്റ് മെത്തേഡിനകത്ത് പറയുന്നു ഇന്ന ആൾ ഓബ്ജക്റ്റ് ലോഗിൻ ചെയ്തു. അപ്പോൾ അത് പറയണേ. അപ്പം
യൂസർ എന്ന് പറഞ്ഞാൽ യൂസർ നെയിം ഉള്ളതാണ് യൂസർ നെയിം അല്ല യൂസേഴ്സ് അല്ലേ, ഒരാൾക്ക് പേരുണ്ടാവും, അതുകൊണ്ടാണ് യൂസർ നെയിം മാൻഡേറ്ററി ആയിട്ട് വെച്ചത്. രണ്ടാമത് പറയുകയാണ് കസ്റ്റമർ എന്ന് വിളിക്കുന്നു. അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പേരുണ്ട്. അപ്പം പേരൻറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യാൻ സുഖമല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ കോഡ് വീണ്ടും റീഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണ്ടല്ലോ, കാരണം ഓൾറെഡി മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിനകത്ത് യൂസർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. മനുഷ്യൻ ജനിച്ചു, പേരിട്ടപ്പോൾ യൂസറായി. കസ്റ്റമർ ആവണമെങ്കിൽ എന്താ യൂസർ നെയിം വേണം. അപ്പോൾ കസ്റ്റമർ ഒരു കമ്പനിയായിട്ട് മാത്രം ബന്ധപ്പെട്ടു. അപ്പം യൂസേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്തു, കസ്റ്റമർ ഉണ്ടാക്കി. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്, യൂസറാണ് നമ്മളുടെ പാരൻറ്റ്, കസ്റ്റമറാണ് നമ്മളുടെ ചൈൽഡ്. അതിനുശേഷം പറയുന്നു നമ്മൾ വി ആർ ഇനീഷ്യലൈസിങ് ഇറ്റ്. അപ്പോൾ നമുക്ക് യൂസർ നെയിം എന്തിനകത്ത് കിട്ടി, പേരൻറ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട് യൂസർ നെയിം, അപ്പം പേരൻറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് യൂസർ നെയിം ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് നേരത്തെ പറഞ്ഞ കസ്റ്റമൈസേഷൻ ആണ്, പേരൻറ്റിനെ പോലെ നിങ്ങൾ പെരുമാറണ്ട, അതിൽ നിന്ന് വേണമെങ്കിൽ വ്യത്യസ്തമായിട്ടും ചിന്തിക്കാം. അതാണ് ഈ പറഞ്ഞ കസ്റ്റമൈസേഷൻ. നിങ്ങൾ പറയുന്നു കാർട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വേണം, അതായത് നേരത്തെ ചോദിച്ച ഇനിറ്റിൻ്റെ കൂടെ എനിക്ക് ഒരു വൺ മോർ പാരാമീറ്റർ കൂടെ വേണം, കാർട്ട്. അത് പറഞ്ഞൊരു ലിസ്റ്റാണ്, ഞാൻ പറയുന്നില്ല ആപ്പിൾ ഓറഞ്ച് എന്തൊക്കെ കാർട്ട് വേണം, ഏത് യൂസർ ഏത് കാർട്ട് എടുക്കുന്നു. സോ ദിസ് ലൈൻ ഡസൻ ലുക്ക് സ്ലോ സട്ട് ഓഫ് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതിയാൽ പോരെ, കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോരെ, നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞ വളഞ്ഞ് വഴിക്ക് പോകുന്നത്, നിങ്ങൾ ഇതാണ് കോഡ് റീയൂസബിലിറ്റി എന്നൊക്കെ പറയത്തില്ലേ. എന്ന് വെച്ചാൽ ഇതാണോ നിങ്ങൾ ഈ പറഞ്ഞ സിമ്പിൾ പൈത്തൺ സിമ്പിളാക്കുന്നത് ഇങ്ങനെയാണോ ചോദിക്കത്തില്ലേ. ഇതെനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരെ, അതിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം ഇതാണ് റീയൂസബിലിറ്റി. അപ്പോൾ റിപ്പീറ്റിംഗ് സെൽഫ് യൂസർ നെയിം ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടൊന്ന് കോപ്പി ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ബട്ട് വാട്ട് ഇഫ് ടുമോറോ ദ പേരൻറ്റ് ക്ലാസ് ചേഞ്ചസ് ജോർജ് എന്ന് വെച്ചാൽ പേരൻ്റ് ഒരു ദിവസം പറയണം, നേരത്തെ പറഞ്ഞില്ല പേരൻറ്റിൻ്റെ പേര് മാറ്റി കഴിഞ്ഞു, അല്ലെങ്കിൽ പേരൻറ്റിനകത്ത് പറയണം ഇന്ന് യൂസർ നെയിം വേണ്ട യൂസറിനെ മാത്രം എടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ എന്തായാലും ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ മാപ്പ് ചെയ്യണം, മാനുവലി പോയി കണ്ടുപിടിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് കോപ്പി എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പേരൻ്റ് നിയറസ്റ്റ് പേരൻ്റ് ആരാണോ അയാളുടെ പേര് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഈ സ്ഥാനത്ത് യൂസറാണ്, അപ്പോൾ സൂപ്പർ യൂസർ ആവുന്നു. അപ്പോൾ സൂപ്പർ ഈസ് ഇക്വൽ ടു യൂസർ. അതിനുശേഷം പറഞ്ഞു യൂസറിനകത്തുള്ള ഇനിറ്റ് മെത്തേഡ് ഉണ്ട്, അതിനകത്തൊരു യൂസർ എന്ന ആർഗ്യുമെൻ്റ് ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം പറയുന്നു കാർട്ടിലേക്ക് എന്ത് കിട്ടിയോ അതിനെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറയുന്നു. സിമ്പിളാണ്. ഞാൻ എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കാം, എത്ര വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഈ എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നുന്നു ഇത് മതിയെന്ന് തോന്നുന്നു, കാരണം ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയുള്ള എക്സ്പ്ലനേഷനൊക്കെ ഉള്ള സിമ്പിളാണെന്ന് പറയുന്നത്. 48 മിനിറ്റായി, അതിൽ 20 മിനിറ്റ് മറ്റേതാണ് സംസാരമായിരുന്നു. അപ്പോൾ അതിനുശേഷം പറയുന്നു വ്യൂ കാർട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്, അതെന്ത് പറയുന്നു ഇയാൾ ഇന്ന സാധനമാണ് എടുത്തതെന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ സമ്മതിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റിലത്തെ കാര്യം ഞാനിത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്, കസ്റ്റമർ C1 എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ, അത് കസ്റ്റമർ 1 എന്ന് പറഞ്ഞിട്ട് ആൾക്ക് എന്താ വേണ്ടത്, അതിനെന്ത് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഡിസൈനിൽ നിന്നും അയാൾ ഉണ്ടാക്കുന്നു. എന്ത് പറയുന്നു അയാളടുത്ത്, അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾ യൂസർ നെയിമും കാർട്ടുമാണ്. ഞാനൊന്നും കൊടുക്കുന്നില്ല, നമുക്ക് അങ്ങനെ തന്നെ പോകാം. മേക്ക് എറർ ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. എന്ത് ചെയ്തു, ഈ കസ്റ്റമർ ഇനിറ്റ് മെത്തേഡ് എന്ത് ചോദിക്കുന്നു, കാരണം അറിയാലോ ഇനിറ്റ് മെത്തേഡാണ് ആദ്യം എക്സിക്യൂട്ട് ആവുന്നത്. കസ്റ്റമറുടെ ഇനിറ്റ് മെത്തേഡ് ചോദിക്കുന്നു 2 റെക്കോർഡ് പാരാമീറ്റർ, അതെന്ത് യൂസർ നെയിമും കാർട്ടുമാണ്, അത് നമുക്കറിയാം കൊടുക്കാൻ അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു ഇവിടെ അബു ഹാരിസ് ആണ്, കോമയിട്ട് പറയുന്നു എൻ്റെ കാർട്ടെന്ന് പറഞ്ഞത് ഞാൻ ലിസ്റ്റായിട്ട് കൊടുക്കുകയാണ്, ആപ്പിൾ അതേപോലെ തന്നെ ഗ്രേപ്സ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു കാർട്ടായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇനിഷ്യലൈസ് ചെയ്തു അല്ലേ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ ആയി. കാരണം എന്താണ്, നമ്മളിവിടെ ഇനിറ്റ് കൊടുത്തു, ഇനിറ്റ് മെത്തേഡിന് റിട്ടേൺ സ്റ്റാറ്റസ് ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്തു നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് C1 ടൈപ്പ് ആണ് ചെക്ക് ചെയ്ത് നോക്കാം, ടൈപ്പ് ഓഫ് C1. ഞാൻ എൻ്റെ ടൈപ്പ് റിട്ടേൺ സ്റ്റാറ്റസ് നോക്കാൻ പറ്റും, അത് പോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ഒന്നും റിട്ടേൺ ചെയ്തില്ല. അപ്പോൾ എന്ത് കോഡ് സക്സസ്ഫുള്ളായി എക്സിക്യൂട്ട് ആയി. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുകയാണ്, അപ്പോൾ നമ്മളിവിടെ നടന്ന എന്ത് സംഭവിച്ചത്, അബു ഹാരിസ് എന്നതും ഇത് 2 കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ഇത് 2 റീപ്ലേസ് ചെയ്തു, യൂസർ നെയിം ഈസ് ഇക്വൽ ടു അബു ഹാരിസ്, അതുപോലെ കാർട്ട് ഈസ് ഇക്വൽ ടു ആപ്പിൾ ആൻഡ് ഗ്രേപ്പ്, ഇത് ലിസ്റ്റായി. അപ്പോൾ എന്ത് ചെയ്തു, ഇനിറ്റ് മെത്തേഡ് കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം പറഞ്ഞത് സൂപ്പറിനോട് പറഞ്ഞു സൂപ്പർ ഡോട്ട് ഇനിറ്റ്. അപ്പോൾ സൂപ്പർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൂപ്പർ വിൽ ഫസ്റ്റ് എന്ത് ചെയ്തു, സൂപ്പർ വിൽ ചെക്ക് ഫോർ ദി MRO. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രിൻറ്റ് C1 ഡോട്ട് MRO, സോറി MRO എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു ഫംഗ്ഷനാലിറ്റിയാണ്, ഫംഗ്ഷൻ വെച്ച് കൊടുത്തു. സോ കസ്റ്റമർ എന്ന ഓബ്ജക്റ്റ് അല്ല, സോ നമുക്ക് ക്ലാസ്സിനെയാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമ്മളത് കസ്റ്റമർ എന്നുള്ളതിൽ നമ്മുടെ ലാസ്റ്റത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ് നെയിം ഡോട്ട് MRO ആണ്. അപ്പോൾ അത് വിളിച്ചു. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, കസ്റ്റമർ അടുത്ത് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ കസ്റ്റമർ അടുത്ത് വന്നപ്പോൾ ഈ ഒരു ലൈൻ 95 വന്നപ്പോൾ പറഞ്ഞു സൂപ്പർ ഉണ്ട്. അപ്പോൾ സൂപ്പർ വന്നപ്പോൾ എന്ത് ചെയ്തു,
പൈത്തൺ MRO എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം പറയുന്നു യൂസറാണ്. ഓക്കെ, ഇപ്പോൾ യൂസറിനകത്ത് ഇനിറ്റ് ഉണ്ടോ നോക്കട്ടെ. അപ്പം നേരെ പോകുന്നു, യൂസറിലേക്ക് പോകുന്നു, ഇനിറ്റ് നോക്കുന്നു. അവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരാമീറ്റർ ഉണ്ട്. അത് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നു. അപ്പോൾ നമ്മൾ പാസ് ചെയ്തു അല്ലേ. യൂസർ നെയിം ഇത് നോക്കുന്നില്ല, യൂസർ നെയിം ഉണ്ടോ നോക്കും. കാരണം എല്ലാം പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ആണ്, അത് മാത്രം നോക്കിയാൽ മതി. മറ്റെന്ത് കൊടുക്കാൻ അറിയാം. ഇപ്പോൾ യൂസർ നെയിം ഈസ് ഈക്വൽ ടു അബു ഹാരിസായി. ഓക്കെ, ഫംഗ്ഷനാലിറ്റി എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു യൂസർ ഡോട്ട് സെൽഫ്, അതായത് C1 ഡോട്ട് യൂസർ നെയിം ഈസ് ഈക്വൽ ടു യൂസർ നെയിം എന്ന് പറഞ്ഞ് മാറി. അതിനുശേഷം എന്ത് ചെയ്തു, കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഒന്നും ചെയ്തില്ല കേട്ടോ, ഇനിഷ്യലൈസേഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ പറയാണ് ഓക്കെ വി നീഡ് ടു വ്യൂ കാർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിനകത്ത് എന്ത് ചെയ്തു, യൂസർ നെയിം ഉണ്ട്, അതേപോലെ തന്നെ സെൽഫ് കാർട്ട് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളുടെ യൂസറിനകത്താണ് ഇപ്പോൾ യൂസർ നെയിം ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു MRO എടുക്കുന്നതിന് പകരം ഞാൻ പിന്നെ പറയാണ് വ്യൂ അണ്ടർസ്കോർ കാർട്ട്. അപ്പോൾ നമുക്കെന്താ, യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിനകത്ത് ഇല്ലാത്ത സാധനമാണ്. ഉണ്ട്, കസ്റ്റമറിനകത്തുണ്ട്, പക്ഷേ സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയാണ്, ഇവിടെയാണ്. ലോജിക്ക് എനിക്കറിയാം കുറച്ച് കോംപ്ലക്സ് ആണ്. നിങ്ങളുടെ ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ കയ്യിരിക്കുന്ന പേര് നിങ്ങളുടെ മുതുമുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയായിരിക്കും എന്നുള്ളൊരു. അപ്പോൾ ആ കോൺസെപ്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടില്ല, ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയാണ്, മറ്റൊരു സ്ഥലത്താണ്. ആ സ്ഥലത്തിൽ പോയി നോക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോക്കുമ്പോൾ നമ്മളിത് പറയുന്നത് അബു ഹാരിസ് എൻ്റെ കാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ്, ആപ്പിൾ ഓറഞ്ചാണ്. അപ്പോൾ ഇത് ഫംഗ്ഷനാലിറ്റി മാത്രമേ ഉള്ളൂ, നമ്മളെന്ത് എക്സിക്യൂട്ട് ചെയ്തില്ല, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തേ അറിയാലോ. ഫംഗ്ഷൻ കോളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു. സോറി C1 കാരണം ഒബ്ജക്റ്റ് ആയില്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് C1 എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ വ്യൂ കാർട്ട് എടുക്കുക. അപ്പോൾ വ്യൂ കാർട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നും എടുക്കുന്നില്ല, ഒബ്ജക്റ്റിൻ്റെ പേര് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, മറ്റൊന്ന് നമുക്ക് എറർ വന്നത്. അപ്പോൾ പറഞ്ഞാൽ അബു ഹാരിസിനെ കാർട്ട് എന്ന് പറഞ്ഞാൽ ആപ്പിളും ഗ്രേപ്സും ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൂപ്പർ MRO ഇൻഹെറിറ്റൻസ്, ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ ക്ലബ് ചെയ്ത് കിടക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് പൈത്തൺ മനസ്സിലാക്കുന്നത്. അപ്പം മനസ്സിലാക്കുക, സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഇറ്റ് ഓൾവേസ് റീപ്ലേസസ് വിത്ത് ദി നെക്സ്റ്റ് ഇറ്ററേഷൻ ക്ലാസ് നെയിം ഇൻ ദി MRO ഹൈറാർക്കി. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കുക, സൂപ്പർ വെച്ച് കൊടുക്കുക. അത് നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഇപ്പം യൂസറിൻ്റെ കാര്യം ഒരു യൂസ് കേസ് മാറി. ഇപ്പോൾ ഉദാഹരണം നേരത്തെ ഇപ്പോൾ നമ്മൾ യൂസർ ഇവിടെയായിരുന്നു. അപ്പോൾ ഇത്തവണ യൂസർ പറയാണ് എൻ്റെ ഇനിറ്റ് മെത്തേഡിലൊരു മാറ്റമുണ്ട്. എന്താണ് ഇനിറ്റ് മെത്തേഡിൽ വന്ന മാറ്റം? അയാൾ പറയുകയാണ് എൻ്റെ യൂസർ നെയിം എടുത്തു കഴിഞ്ഞാൽ യൂസർ നെയിമിനെ അങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട, അതിനൊന്ന് ലോവർ എന്ത് കൊടുക്കുന്നു അതിനെ ലോവർ കേസിലോട്ട് മാറ്റുക. അതുപോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും ബ്ലാങ്ക് സ്പേസസ് അപ്പുറം ഇപ്പുറമുള്ള ബ്ലാങ്ക് സ്പേസസ് സ്ട്രിപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനാലിറ്റിയിൽ മാറ്റം വന്നു അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് സൂപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ സൂപ്പറിന് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനാലിറ്റിയെ കുറിച്ച് അറിയാം. എന്നാൽ ഞാൻ പറയാണ്, ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു, അതേപോലെ തന്നെ മറ്റൊരു ക്ലാസ് ഉണ്ടാക്കുകയാണ്. ഇത്തവണ ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ നേരിട്ട് കൊടുക്കുന്നില്ല. ഇവിടെ ഞാൻ പറയാണ് എൻ്റെ യൂസർ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്ത് ഇനിറ്റ് മെത്തേഡ് ഉണ്ട്, അതിനകത്തൊരു എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഉപയോഗിച്ചത് സൂപ്പർ വെച്ചിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കോൾ ചെയ്തു. ഇവിടെ ഞാൻ എന്ത് എക്സ്പ്ലിസിറ്റ്ലി നേരിട്ടും പോയി വിളിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏതാണ് റൺ ചെയ്ത് നോക്കാം. രണ്ടും കോൾ നടക്കുമ്പോൾ ഇവിടെ നടക്കുമെന്ന് നോക്കട്ടെ, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, നോക്കട്ടെ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ യൂസറിലൊരു മാറ്റം വന്നു, അത് നമ്മളുടെ ചൈൽഡിന് മനസ്സിലാവുന്നുണ്ടോ ലോവർ. ഇപ്പം ഞാൻ റൺ ചെയ്യാണ്, നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എക്സ്പെക്ട് 89 89 റൺ ചെയ്തു. അപ്പം എന്തത് റിക്വയർഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ലൈൻ നമ്പർ 116 കോൾ പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കസ്റ്റമറിൻ്റെ യൂസർ നെയിം ഉപയോഗിക്കുന്നുണ്ട്, കൊടുത്താണല്ലോ പിന്നെ തെറ്റി. ഓക്കെ, ഞാനിവിടെ ഒരു പാരാമീറ്റർ മാത്രം കൊടുത്ത് നോക്കട്ടെ. ഇവിടെ എറർ എനിക്ക് മനസ്സിലായില്ല. സോ കസ്റ്റമർ ഇനിറ്റ് ഈസ് എക്സ്പെക്റ്റിംഗ്, ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ എറർ വന്നു, മൊത്തത്തിൽ പാളി. ഇത് പറഞ്ഞ എറർ 2,1. ഇതൊക്കെ ചെറിയ മിസ്റ്റേക്ക് ആണല്ലോ. ഈ C1 എന്ന് പറഞ്ഞതിനകത്തുണ്ടോ ഈ ഫിക്സ് ചെയ്യാൻ പോകുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ ചെയ്യാതിരിക്കുന്നതാണ്.
ഞാൻ പറയുന്നത്രേ ഉള്ളൂ. ഞാൻ ഇത് ഇങ്ങനെ ചെയ്യണ്ടല്ലോ, ഇങ്ങനെ രണ്ടെണ്ണം ഡിഫൈൻ ചെയ്തുകൊണ്ടായിരിക്കണം. ഇതിപ്പോൾ നമ്മുടെ പുതിയ ക്ലാസ്സാണെന്ന് വെച്ചോ, യൂസർ. ഓക്കെ, ആ യൂസറിനകത്ത് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു ലോവറിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനിത് തിരിച്ചുകൊണ്ടിട്ടെ, ഞാൻ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം, എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു യൂസർ നെയിമിനകത്ത് ലോവർ കേസിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ പറയുന്നു പുതിയൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, കസ്റ്റമർ 1. അത് ആരിൽ നിന്നുണ്ടാവണം? കസ്റ്റമർ എന്ന് വെച്ചിട്ടുള്ള ക്ലാസ്സിൽ നിന്നുണ്ടാവണം. കസ്റ്റമർ എന്ന ക്ലാസ് എന്തൊക്കെ വേണം? ഒരു യൂസർ നെയിം വേണം, അതേപോലെ തന്നെ ഒരു കാർട്ടും വേണം അല്ലേ. അപ്പോൾ ഞാൻ ആപ്പിളിൽ നിന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് ഇവിടെ നിന്ന് വരുന്നത് യൂസർ ഡോട്ട് ഇനിറ്റ് ഈസ് എക്സ്പെക്റ്റിംഗ്. ഞാൻ ഇത് ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിഷ്യലൈസേഷൻ നടന്നു. അപ്പോൾ ഞാനിപ്പം നോക്കുകയാണ് പ്രിൻറ്റ് C1 ഡോട്ട് എന്താണ് നമ്മുടെ വ്യൂ കാർട്ട് എന്നുള്ളത് ഓപ്ഷൻ, വ്യൂ കാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളത് പറയുന്നത് വെച്ചാൽ പുതിയ ഫംഗ്ഷനാലിറ്റി വെച്ചിട്ട് അബു ഹാരിസിൻ്റെ എ ക്യാപിറ്റലൈസ് മാറ്റി അല്ലേ, എയുടെ ക്യാപിറ്റലൈസ്, കാരണം അത് മാറിയില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷനാലിറ്റി എടുത്ത് കളഞ്ഞിട്ട് ഞാനിത് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താ, യൂസറിൻ്റെ സ്വഭാവം മാറി. അപ്പോൾ എന്താ, പേരൻറ്റിൻ്റെ സ്വഭാവം മാറി, പക്ഷേ ചൈൽഡ് പറയുന്നു യൂസറിനകത്തേ ഉള്ളൂ എന്ന് പറയുന്നു. യൂസർ നെയിം ഈസ് മിസ്സിങ്. അത് പറഞ്ഞൊരു ചെറിയൊരു മാറ്റം വന്നപ്പോൾ തന്നെ നല്ല രീതി അറിയാണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആ പറഞ്ഞ ഒരു മാറ്റം ചൈൽഡ് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, നേരിട്ട് പറയുന്നതും മറ്റൊരാൾ പറയും പേര് മാറ്റുന്ന ആ ഒരു എക്സാമ്പിളില്ല, അതൊന്നും കണക്ക് കൂട്ടിയാൽ മതി. എനിക്ക് സമയം കളയില്ല, 58 മിനിറ്റായി. സോ ഇതിനകത്ത് കുറച്ച് ടേക്ക് അവേസ് എന്ന് വെച്ചാൽ, ദ നൗ ചൈൽഡ് ക്ലാസ് വോണ്ട് ബെനിഫിറ്റ് ഫ്രം ദി അപ്ഡേറ്റഡ് ലോജിക് അൺലെസ് യു റിമെമ്പർ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ സമയം പോയി എല്ലായിടത്തും മാറ്റം വരുത്തണം. എന്ന് വെച്ചാൽ ഡ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യുക, എന്ന് വെച്ചാൽ ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യാണ്. അതുകൊണ്ട് ഇത് ഓക്കെ അല്ല, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അല്ല അത്. രണ്ടാമത് സ്കെയിലബിലിറ്റി ആൻഡ് മെയിൻറ്റബിലിറ്റി. വൺ ടൈം ലൈൻ ടുഡേ എന്ന് വെച്ചാൽ ഇന്ന് ഒരു ദിവസം ഒരു ലൈനെ മാറുള്ളൂ, പക്ഷേ നാളെ ഒരുപാട് ലൈൻ മാറിയാലോ നിങ്ങൾ എല്ലാം എടുക്കുമോ. അപ്പോൾ വാലിഡേഷൻ നോക്കണം, ലോഗിൻ ചെയ്യണം, ഡേറ്റാബേസ് ഇങ്ങനെയുള്ള എക്സാമ്പിൾസൊക്കെ വളരെ ക്രിട്ടിക്കൽ ടാസ്കുകളാണ്. അതൊക്കെ നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സമയം പോയി പൈത്തൻ്റെ കോഡ് എവിടെയൊക്കെ മാറി എന്ന് അറിയാൻ പറ്റത്തില്ല. സോ സൂപ്പർ എൻഷുർസ് ദ ചൈൽഡ് ഓട്ടോമാറ്റിക്കലി പിക്സ് ഓൾ ദ ഫീച്ചേഴ്സ് ഇംപ്രൂവ്മെൻറ്റ്സ് ടു ദ പാരൻറ്റ് കൺസ്ട്രക്ടർ. ഇത് ഉറപ്പ് വരുത്തും. എന്ന് വെച്ചാൽ നേരെ പറഞ്ഞാൽ പാരാമെട്രൈസ്ഡ് ആണ്, നിങ്ങൾക്ക് ആര് വേണമെന്നുള്ളത് MRO വെച്ചിട്ട് കണ്ടുപിടിക്കാം. പിന്നെന്ന് വെച്ചാൽ സൂപ്പർ സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അതായത് നിങ്ങൾ സൂപ്പർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോ പേരൻറ്റെ നിങ്ങൾ മാനുവലി കോൾ ചെയ്യണം. എന്ന് വെച്ചാൽ MRO നോക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും പോയി തപ്പി എടുത്ത് വിളിക്കേണ്ടി വരും. അത് പറ്റില്ല. എന്നുവെച്ചാൽ ഇത് സൂപ്പർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓരോ പേരൻറ്റിനെയും ഒരു തവണ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്ന് ഉറപ്പ് വരുത്തുക. അതാണ് സൂപ്പർ ചെയ്യുന്നത്. അത് ആ കോൾ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സപ്രഷൻ പിന്നെ വിളിക്കത്തില്ല. നമ്മൾ എക്സ്പ്ലിസിറ്റ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ആ ഒരു സെയിം പാരൻറ്റിനെ ഇപ്പോൾ ഇൻവോക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഡയമണ്ട് ഷേപ്ഡ് ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡയമണ്ട് 1 2 3 4 സൈഡില്ലേ. അപ്പോൾ 4 ഇൻഹെറിറ്റൻസ് ഇങ്ങനെ പോയി ഇങ്ങനെ ചൈൽഡിലേക്ക് വന്നു. പേരൻറ്റിൻ്റെ 4 ഭാഗത്ത് 4 കറക്കം കറങ്ങി വരുന്നതിനൊക്കെയാണ് ഈ പറഞ്ഞ ഡയമണ്ട് ഷേപ്ഡ് ഇൻഹെറിറ്റൻസ് വന്നത്. പിന്നെ മെമ്മറി എഫിഷ്യൻസി പറഞ്ഞാൽ ഞാനത് ചോദിച്ചതിൻ്റെ ഒരു തെറ്റാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ വെച്ച് മെമ്മറി ഓവർലോഡ് ചെയ്യുന്നു. കാരണം വീണ്ടും വേരിയബിളിനെ ഇനിഷ്യലൈസ് കഴിഞ്ഞാൽ വേരിയബിൾ ഉണ്ടാകുന്നു. പക്ഷെ അത് വലിയ അല്ല, എന്നാലും അത് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. ഇതെന്ന് പറഞ്ഞില്ല, ഇറ്റ് മേ ലീഡ് ടു ഇൻകൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്സ്. ഒരുപാട് ഇൻകൺസിസ്റ്റൻസ് ഉണ്ടാക്കും ബിറ്റ്വീൻ ചൈൽഡ് ആൻഡ് പാരൻറ്റ്. സോ ബോട്ടം ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീറൈറ്റിംഗ് എ സിമ്പിൾ ലൈൻ എന്ന് വെച്ചാൽ ഇത് ഒരു ലൈൻ എഴുതലാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല. പക്ഷേ ഇത് നിങ്ങളുടെ പേരൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ, ഇഫ് ദ പേരൻറ്റ് ക്ലാസ് ചേഞ്ചസ് ഹൗ ദാറ്റ് വാല്യൂ ഇസ് ഹാൻഡിൽ യു ഹാവ് ടു അപ്ഡേറ്റ്. നിങ്ങൾ മാനുവലി ചെയ്യുന്ന ആ ഒരു മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ഉപയോഗിക്കേണ്ടി വരും എന്ന് പറയുന്നതിന്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു എക്സ്പ്ലിസിറ്റ് പ്രാക്ടീസ് ആയിരുന്നു. നമ്മൾ യൂസറിനെ ഉണ്ടാക്കുന്നു, കസ്റ്റമർ ഉണ്ടാക്കുന്നു, യൂസർ ഉപയോഗിച്ച് കോൾ ചെയ്യുന്നു. ഇത് തന്നെ എക്സാമ്പിൾ. ഓക്കെ നോട്ട് റെക്കമെൻഡഡ് മെത്തേഡ് എടുക്കാം. ഇത് തന്നെ കയ്യിൽ കിട്ടിയ സാധനം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, യൂസർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കി, ഇനിഷ്യലൈസ് ചെയ്തു, യൂസർ നെയിം ടേക്ക് ചെയ്യുന്നു. രണ്ടാമത് കസ്റ്റമർ എന്ന ക്ലാസ് ഉണ്ടാക്കുന്നു, അത് ഇൻഹെറിറ്റ് ചെയ്യുന്നത് യൂസറിൽ നിന്നാണ്. സോ ഇറ്റ് വിൽ ഗെറ്റ് യൂസർ നെയിം. അതിനുശേഷം പറയുന്നു കാർട്ടിലേക്ക് ഒരു പുതിയ പാരാമീറ്ററിലൂടെ ആർഗ്യുമെൻറ്റ് ആഡ് ചെയ്യണം. അതിനുശേഷം പറയുന്നു കാർട്ടിനെ സേവ് ചെയ്യുക, എന്നാൽ മറ്റേത് എന്ത് ചെയ്യണം, ഇതിനകത്ത് എടുത്താൽ മതി. മൂന്നാമത് പറയുന്നത് അഡ്മിനെ എടുക്കണം. അഡ്മിൻ ഉണ്ടാക്കുന്നു പുതിയ ക്ലാസ്. അപ്പോൾ അഡ്മിനോട് പറയുകയാണ് നമ്മൾ ഇനിറ്റ് മെത്തേഡ് ഉണ്ട്, അതിനകത്ത് എന്ത് പെർമിഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന പെർമിഷൻസ് ഉണ്ട് ഈ അഡ്മിന്.
അതിനുശേഷം പറയുന്നത് ഷോ പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണോ എന്ത് പെർമിഷൻസ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതിനുശേഷം പറയുന്നു അഡ്മിൻ കസ്റ്റമർ എന്ന് വെച്ചിട്ടുള്ളത്, അതായത് കസ്റ്റമറാണ് എന്നാൽ അയാൾ അഡ്മിനുമാണ് എങ്കിൽ അയാളുടെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ക്വാളിറ്റീസ് വേണം, അതായത് യൂസർ നെയിം എന്ന് പറഞ്ഞ ക്വാളിറ്റീസ് മുഴുവൻ വരണം, അതുപോലെ തന്നെ അഡ്മിൻ്റെ ക്വാളിറ്റീസ് ആയുള്ള ഈ ഒരു പെർമിഷൻസും കിട്ടണം. അതാണ് അയാളുടെ ആവശ്യം. അതായത് യൂസർ നെയിമിനെ വേണം, ആ യൂസർ നെയിം വെച്ചിട്ട് അയാളുടെ പെർമിഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇനിറ്റ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. യൂസർ നെയിമും കാർട്ടും നമ്മൾ ചോദിക്കുന്നത്, രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എന്ത് പറയുന്നു, ഇനിറ്റ് മെത്തേഡ് എന്ത് ചെയ്യുന്നു, നിയറസ്റ്റ് MRO ആരാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അടുത്ത് ഇനിറ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നാൽ ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് പറയുന്നത്, പറഞ്ഞു കൊടുക്കുകയാണ് അഡ്മിനകത്തൊരു എക്സിക്യൂഷൻ ഉണ്ട്, അത് പോയി നോക്കിക്കോളാൻ പറയുന്നത്. എന്ന് വെച്ചാൽ മാനുവലി പറയുന്നു, മറ്റേത് എക്സ്പ്ലിസിറ്റ്ലി പറയുന്നു. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യാണ് admin 1 ഈക്വൽ ടു A1 എന്നിട്ട് സുഖമുണ്ട്. A1 ഈക്വൽ ടു എന്താണ്, അഡ്മിൻ കസ്റ്റമർ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ കൊടുക്കണം, രണ്ട് കാര്യങ്ങൾ കൊടുക്കണം അല്ലേ, യൂസർ നെയിമും കാർട്ടും കൊടുക്കണം. കാരണം ഇനിറ്റ് മെത്തേഡല്ലേ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ റൺ ചെയ്തില്ലെങ്കിൽ എന്താ നടക്കും നോക്കാം. കണ്ടോ പറയുന്നത് യൂസർ നെയിമും കാർട്ടും മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ഞാൻ യൂസർ നെയിമും കാർട്ടും കൊടുക്കുന്നു. അബു ഹാരിസിന് കൊടുത്തു, കാർട്ട് നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളും കൊടുത്തു. അപ്പോൾ ഞാനത് എക്സിക്യൂട്ട് ചെയ്തു. കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ എന്ന് വെച്ചാൽ എന്താണ്, ഇനിറ്റ് മെത്തേഡിന് റിട്ടേൺ സ്റ്റാറ്റസ് ഇല്ല, ഇറ്റ് സ്റ്റോർ സംതിങ് ആൻഡ് ഇറ്റ് കെപ്റ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ MRO നോക്കാം. പ്രിൻറ്റ് എന്താണ്, അഡ്മിൻ കസ്റ്റമർ ഡോട്ട് MRO എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനുശേഷം വരുന്നു. അപ്പോൾ നമ്മൾ അഡ്മിൻ കസ്റ്റമറിൽ ആദ്യത്തെ കോൾ നടക്കുന്നു. അതിന് രണ്ടാമത്തെ ചാട്ടം എന്താണ്, കസ്റ്റമറാണ്. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കസ്റ്റമറാണ് നമ്മളുടെ രണ്ടാമത്തെ തൊട്ടടുത്ത് ഇൻഹെറിറ്റൻസ് നടക്കുന്നത് കസ്റ്റമറാണ്. അപ്പം ഈ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. കുഴപ്പം വരുന്നത് എവിടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെന്ത് ഷഫിൾ ചെയ്തു, ആ ഷഫിൾ നടന്നു. അതിനുശേഷം എന്ത് ചെയ്തു, കസ്റ്റമറുടെ അപ്പം ഇവിടെ നടന്നു ഇനിറ്റ് മെത്തേഡ് നടന്നു. അപ്പോൾ നമ്മൾ രണ്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു, അത് എടുത്തു, പ്രശ്നമില്ല. അതിനുശേഷം പറയുന്നു സൂപ്പർ ഡോട്ട് ഇനിറ്റ്. അപ്പോൾ സൂപ്പർ എന്ത് റീപ്ലേസ് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ ഡോട്ട് ഇനിറ്റ്. അപ്പോൾ കസ്റ്റമറിലേക്ക് പോകുന്നു. കസ്റ്റമർ ഡോട്ട് ഇനിറ്റ് എന്നാണ് യൂസർ നെയിമും കാർട്ടും ആവശ്യപ്പെടുന്നുണ്ട്. സോ വി ഹാവ് ഗിവൺ ഇറ്റ്. അപ്പോൾ എന്ത് അതിനകത്ത് നിന്ന് യൂസർ നെയിം എടുക്കുന്നു. അതിനുശേഷം എന്താ സൂപ്പർ യൂണിറ്റ് നടക്കുന്നു. ഇത് ഞാൻ അങ്ങനെ ഒന്നും കോംപ്ലിക്കേറ്റ് പോകുന്നില്ല, ഞാനത് പറഞ്ഞുതരാം. ആ എക്സിക്യൂഷൻ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം, പയ്യെ വരുന്നുണ്ട്. അല്ല ഇതിനകത്ത് തന്നെയാണോ വരുന്നത് നോക്കട്ടെ. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഒരു സിനാരിയോ എന്ന് വെച്ചാൽ രണ്ട് പേരൻറ്റിൽ നിന്ന് ക്വാളിറ്റി ഒരാളിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ അതങ്ങ് പറഞ്ഞു പോവാം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളെന്തെന്ന് ഇതിനകത്തുള്ള സൂപ്പർ യൂണിറ്റ് എന്താണ്, സൂപ്പറിനെ എന്ത് ചെയ്യുന്നു, കസ്റ്റമറുടെ MRO കഴിഞ്ഞാൽ ആരാണ് അടുത്ത MRO സൂപ്പർ റീപ്ലേസ് ചെയ്യുന്നത്, യൂസറാണ്. അപ്പോൾ ഇതിൻ്റെ കോൾ ഇങ്ങനെയാണ് പോകുന്നത്, അത് എഴുതി വെക്കുന്നത് കുഴപ്പമില്ല. ഫസ്റ്റ് സൂപ്പർ ഇൻസൈഡ് അഡ്മിൻ കസ്റ്റമർ ആരാണ്, ഫസ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്, കസ്റ്റമറാണ് അല്ലേ. സൂപ്പറിനെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു, സൂപ്പർ ഈക്വൽ ടു കസ്റ്റമറായി. അപ്പോൾ എന്ത് ചെയ്തു, കസ്റ്റമർ ഡോട്ട് ഇനിറ്റിലേക്ക് എത്തി, എക്സിക്യൂഷൻ നടന്നു. അതിനുശേഷം പറയുന്നു ഇതിൻ്റെ എക്സിക്യൂഷൻ നേരിട്ടങ്ങ് ചോദിച്ചാണ്, ഇതിനകത്ത് വല്ല MRO ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് കോൾ നടന്നു. അതിനുശേഷം എന്ത് ചെയ്തു, കസ്റ്റമർ ഇനിറ്റിലേക്ക് പോകണ്ടേ, കസ്റ്റമർ ഇനിറ്റിലേക്ക് പോയി അവിടെ ഇനിറ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ രണ്ടെണ്ണം ചോദിച്ചു. അതിനുശേഷം വീണ്ടും സൂപ്പർ വന്നു. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇവിടെ എന്താണ്, സൂപ്പർ ഈസ് ഈക്വൽ ടു എന്തായി, നെക്സ്റ്റ് ക്ലാസ് ആരാണോ അയാൾ, അപ്പോൾ യൂസറായി. അപ്പോൾ പറയാണ് ഈ ഒരു യൂണിറ്റ് നടന്നു. അപ്പോൾ ഈ നെറ്റിലേക്ക് എന്ത് വേണം, യൂസർ നെയിം വേണം. ആ യൂസർ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ആ യൂസർ നെയിം എടുക്കുന്നു. അതിനുശേഷം പറയുന്നു കാർട്ട് എന്ന് പറഞ്ഞത് നമ്മൾ കൊടുത്ത കാർട്ടിനെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ, ഈ എക്സിക്യൂഷൻ നടന്നു അല്ലേ. അതിനുശേഷം പറയുന്നു ഇവിടെ എത്തിയിട്ടില്ല, ഇവിടെ എത്തുന്നതിന് മുമ്പ് 88ാമത്തെ ലൈനിൽ സൂപ്പർ ഡോട്ട് ഇനിറ്റ് വന്നു. അപ്പോൾ നമ്മൾ യൂസർ നെയിം കൊടുത്തു. അപ്പോൾ പറയുന്നു യൂസർ ഡോട്ട് ഇനിറ്റ് ആയി. അപ്പോൾ നേരെ എന്ത് ചെയ്തു, യൂസറിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ യൂസറിലെത്തി, അവിടെയും ഇനിറ്റ് മെത്തേഡ് ഉണ്ട്. അവിടെ എന്ത് ചെയ്തു, യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, സെൽഫ് ഡോട്ട് യൂസർ നെയിം ഈസ് ഈക്വൽ ടു യൂസർ നെയിം സ്റ്റോർ ചെയ്തു. ആ എക്സിക്യൂഷൻ കഴിഞ്ഞല്ലോ. ആ എക്സിക്യൂഷൻ നടന്ന എവിടെയാണ്, ലൈൻ നമ്പർ 88ലാണ്. അപ്പോൾ ആ എക്സിക്യൂഷൻ നടന്നതിൻ്റെ റിസൾട്ട് എന്താ കിട്ടിയത്, ഇപ്പോൾ പറയുന്നു എന്താണ്, സെൽഫ് ഡോട്ട് യൂസർ നെയിം ഈക്വൽ ടു എന്താണ്, അബു ഹാരിസ് ആണ്. ഇതാണ് എക്സിക്യൂഷൻ നടന്നത്. അതിനുശേഷം പറയുന്നു സെൽഫ് ഡോട്ട് കാർട്ട് ഈസ് ഈക്വൽ ടു കാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കസ്റ്റമറിലെത്തിയപ്പോൾ എന്താ ചെയ്തു, രണ്ട് വേരിയബിളും സ്റ്റോർ ചെയ്തു. സോ രണ്ട് വേരിയബിളും അതിനകത്ത് കയറ്റിയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു കോള്, ഇപ്പോൾ നമ്മൾ A1 വിളിച്ചു. A1ൽ നമ്മൾ എന്താ കൊടുത്തത്, കസ്റ്റമർ അബു ഹാരിസ് കൊടുത്തു, ആപ്പിൾ കൊടുത്തു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? പ്രിൻറ്റ് A1 ഡോട്ട് എന്താണ് A1 ഡോട്ട് കസ്റ്റമറിനെ വിളിച്ചാൽ എന്ത് കിട്ടണം? A1 ഡോട്ട് യൂസർ നെയിം A1 ഡോട്ട് യൂസർ നെയിം വിളിച്ചാൽ എന്ത് കിട്ടണം? അബു ഹാരിസ് കിട്ടണം. ശരിയല്ലേ? അതേപോലെ തന്നെ പ്രിൻറ്റ് A1 ഡോട്ട് കാർട്ട് കൊടുത്താൽ എന്ത് കിട്ടണം? ആപ്പിൾ കിട്ടണം. കിട്ടിയില്ലേ? അബു ഹാരിസും കിട്ടി, കാർട്ടും കിട്ടി. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ? ആ എക്സിക്യൂഷൻ ഫ്ലോ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, അവസാനം ഒരു എക്സാമ്പിളൂടെ കാണിക്കേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പ്ലിസിറ്റ് കോളാണ്. ഇതിനകത്ത് നമ്മൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, മാനുവൽ കോളാണ്. ഇറ്റ് വിൽ ബ്രേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത് റെക്കമെൻഡഡ് മെത്തേഡാണ്. ഇതിനകത്ത് എക്സ്പ്ലിസിറ്റ് കോളൊന്നും ചെയ്തിട്ടില്ല. പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഓർഡർ വളരെ നിർബന്ധമാണ്. അതായത് ആരിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. കസ്റ്റമറെ ഞാൻ മാറ്റി ഇങ്ങോട്ട് ഇടുകയാണേ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കോൾ ചെയ്യാം, പക്ഷേ കോൾ ചെയ്യുന്നതിനകത്ത് നിങ്ങളുടെ ഫങ്ഷണാലിറ്റി അത് ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിരിക്കണം, പ്രിപ്പയർ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പറയുകയാണ് നമ്മുടെ ഫസ്റ്റ് നിയറസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾ MRO എടുക്കുകയാണ്, ഇതൊന്നും എടുക്കുന്നില്ല. ആഡ് കസ്റ്റമറിൻ്റെ MRO എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കസ്റ്റമറിന് കണ്ടു. ഇത്തവണ അതിൻ്റെ രണ്ടാമത്തെ ചാട്ടം അഡ്മിനിലേക്കാണ്. എന്ന് വെച്ചാൽ അഡ്മിനിലേക്ക് പോകുന്നു. അഡ്മിനകത്ത് എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് ഒന്നും എടുക്കുന്നില്ല. സോ ഇറ്റ് റിട്ടേൺസ് നത്തിങ് അല്ലേ. എന്നാൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഈ പറഞ്ഞ ഒരു കോൾ തിരിച്ചു കൊണ്ടുവരികയാണ്. കണ്ടോ, അഡ്മിൻ ഇനിറ്റ് ടേക്സ് 1 റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ് ബട്ട് 3 were given. നമ്മൾ 3 കൊടുത്തു. അതായത് ഓബ്ജക്റ്റ് കൊടുത്തു, ഒരു ആർഗ്യുമെൻറ്റ് യൂസർ നെയിം കൊടുത്തു, കാർട്ട് കൊടുത്തു. പക്ഷേ ഒരെണ്ണം ചോദിക്കുന്നത്, അതായത് അഡ്മിൻ ചോദിക്കുന്നത് ഒരു ആർഗ്യുമെൻറ്റ് മാത്രമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ഒന്നെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓർഡർ പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ പാരൻ്റ് ആരൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ആരിൽ നിന്നൊക്കെയാണ് നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആർബിട്രറി ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുക. അന്ന് ഞാൻ പറഞ്ഞല്ലേ കീവേഡ് ആർഗ്യുമെൻറ്റ്സ്. ഇത് കൊടുത്താൽ ഇപ്പോൾ ഹാപ്പിയാണ്. ഇപ്പോൾ പറയുന്നു അഡ്മിൻ കസ്റ്റമർ. നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ നമ്മളിവിടെ എത്തുന്നു. സെൽഫ് യൂസർ നെയിം കാർട്ട് കൊടുത്തു. സൂപ്പർ ഡോട്ട് ഇനിറ്റ് യൂസർ നെയിം ആൻഡ് കാർട്ട് ഇവിടെ കൊടുത്ത എന്ന് വെച്ചാൽ അഡ്മിൻ ഡോട്ട് ഇനിറ്റ് യൂസർ നെയിം ഡോട്ട് കാർട്ട്. ഇവിടെ എന്തിനും ഇങ്ങനെ വിളിച്ചേ? ഇത് എക്സ്പ്ലിസിറ്റ് കോളല്ലേ, ഈ കോൾ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നു. അഡ്മിൻ ഡോട്ട് ഇനിറ്റ്. ഓക്കെ, അഡ്മിൻ ഇനിറ്റ്, അതിനുശേഷം യൂസർ നെയിം കാർട്ട്. അപ്പോൾ ഞാനിത് ആർഗ്യുമെൻറ്റ്സ് ആക്കി കൊടുക്കാം. കീവേഡ് ആർഗ്യുമെൻറ്റ്സ് ആക്കണ്ട, ആർഗ്സ് ആക്കാം. ഇതാ ഞാൻ പറഞ്ഞത് പ്രിപ്പയർ ആയിരിക്കണമെന്ന്. ഞാൻ പ്രിപ്പയർ അല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ റിക്വയർഡ് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തത് റീപ്ലേസ് ആയിട്ടില്ല. ഇത് ഫിക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. പറയാൻ ആഗ്രഹിച്ചത്രേ ഉള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന പാരൻ്റ് ഇങ്ങനെ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കറക്ഷൻ ഒക്കെ നോക്കണം. അപ്പോഴാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആർക്സും കീവേഡ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യം അവിടെയാണ്. അവിടെ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യപ്പെടാം. എന്തൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നത് അതിനെയൊക്കെ എന്ത് റീപ്ലേസ് ചെയ്യും. ഇങ്ങനെ കൊടുത്താൽ എന്ത് നോക്കട്ടെ, കീവേഡ് ആർക്സ് ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ഞാൻ പറയാണ് യൂസർ നെയിം ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട്, കാരണം കീവേഡ് ആർഗ്യുമെൻറ്റ്സ് അല്ലേ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാണ് കാർട്ട് ഈസ് ഈക്വൽ ടു ആപ്പിൾ വിത്താണ്. നോക്കാം ലൈൻ അഡ്മിൻ യൂസർ നെയിമും കാർട്ടും കൊടുത്തു. ഈ ലൈനിൽ എവിടെ ഒരു പ്രശ്നമാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഷഫിൾ ചെയ്തതിനകത്തൊരു പ്രശ്നം ഉണ്ടായി. ആ ഒരു ചെറിയൊരു ഷഫിൾ നടന്നപ്പോൾ തന്നെ വലിയൊരു പ്രശ്നം. ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് വിയർക്കും, പാടുവിടും. ഞാൻ ഇവിടെ കൊടുത്ത് ഇതെന്താണ് ഇത് എക്സ്പെക്റ്റ് ചെയ്ത് നോക്കട്ടെ. കീവേഡ് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു, പക്ഷേ ഇങ്ങനെ കൊടുത്തു നോക്കട്ടെ. യൂസർ നെയിം ഈക്വൽസ് യൂസർ നെയിം കാർട്ട് ഈസ് ഈക്വൽ ടു കാർട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ട്വീക്ക് എന്ന് പറഞ്ഞ സാധനം. അതാണ് പ്രിപ്പയർ ആയിരിക്കുക എപ്പോഴും. എന്ന് വെച്ചാൽ ഈ പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിനെ എപ്പോഴും പാരാമീറ്ററൈസ് ചെയ്ത് വെക്കുക. നിങ്ങളിങ്ങനെ കൊടുക്കാതിരിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇങ്ങനെ തലതിരിഞ്ഞ രീതിയിൽ ആരെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങൾ എങ്ങനെയെങ്കിലും കൊടുക്കാൻ റെഡിയാക്കുക. ഇപ്പോൾ ഉണ്ടോ നമ്മൾ കൃത്യമായിട്ട് ആർഗ്യുമെൻറ്റ്സ് ഇല്ല, എന്നാൽ നിങ്ങൾക്ക് എന്തും കൊടുക്കാം അല്ലേ.
അപ്പം അതിനനുസരിച്ച് മാറി അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എല്ലാം മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ മാറേണ്ടി വരും, ഇവിടെയും മാറേണ്ടി വരും. പൊളിയും ഇപ്പോൾ തന്നെ നടുവിനെടുക്കുന്നു. അപ്പം ഇതേപോലെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ചെറിയൊരു മാറ്റം, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മൈന്യൂട്ട് മാറ്റം വരുത്തിയേക്കുന്നത് കോഡ് മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യും. അത് നിങ്ങളുടെ ഇഷ്യൂ അല്ല, നിങ്ങൾ അവരുടെ ഹൈറാർക്കി മനസ്സിലാവാത്തതുകൊണ്ടാണ്. എങ്ങനെയാണ് ഈ കോൾ നടക്കുക എന്നുള്ള ഒരു സ്ട്രക്ചർ മനസ്സിലായിട്ടില്ലെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കേസ് അഡ്മിൻ ഇതേ മുറിച്ചിടാം വീഡിയോ, എന്നാലേ എനിക്ക് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ബെനിഫിറ്റ്സ്? എന്താണ്? ക്ലീൻ ആൻഡ് MRO സേഫ് ആണ്. ഇത് സൂപ്പർ ബേ ഓൾ പേരൻസ് കൺസേഴ്സ് ഗെറ്റ് കോൾഡ് വൺസ്. എല്ലാവരും ഒരാളെ വിളിക്കത്തുള്ളൂ, കാരണം അറിയാലോ ഇനിറ്റ് മെത്തേഡ് വിളിച്ചു കഴിഞ്ഞു, കോൾ ചെയ്യുന്നത് അടുത്തടുത്തേക്ക് പോവാണ്. ഈസിലി എക്സ്റ്റൻഷൻ, അതായത് ഫ്യൂച്ചർ പ്രൂഫാണ്, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റി വരുത്താനൊന്നും കുഴപ്പമില്ല. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു മൾട്ടിപ്പിൾ പാരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. അപ്പോൾ അതിന് വേറെ പറയണ്ടല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പാരൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. യൂസറിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ്, പിന്നെ അറിയാലോ. പിന്നെ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് എ ക്ലാസ് കോൾഡ് അഡ്മിൻ കസ്റ്റമർ ദാറ്റ് ഇൻഹെറിറ്റ്സ് പോസ്റ്റ് ഫ്രം കസ്റ്റമർ ആൻഡ് അഡ്മിൻ. ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിളാണ്. സോ ഇറ്റ് വിൽ ടേക്ക് 2 attribution മെത്തേഡ് ഫ്രം ബോത്ത് ക്ലാസ്സസ് അക്കോർഡിംഗ് ടു പൈത്തൺസ് MRO. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ പറഞ്ഞാൽ യൂസർ ഒരു ലിസ്റ്റ് എടുക്കുന്നു, ഈ പറഞ്ഞ MRO വെച്ചിട്ടാണ് സൂപ്പർ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അവിടെ ഇൻഹെറിറ്റൻസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റീയൂസിങ് കോഡ്, ഇറ്റ്സ് അബൌട്ട് ഡിസൈനിങ് സിസ്റ്റംസ് വെയർ കോമൺ ബിഹേവിയർ ഈസ് സെൻട്രലൈസ്ഡ്. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ സെൻട്രൽ, അതായത് സോളിഡ് പ്രിൻസിപ്പിൾ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കും കേട്ടോ. കാരണം 5 പ്രിൻസിപ്പിളിനെ നിങ്ങൾ കൃത്യമായ രീതിയിൽ എന്താ പറയുക പ്രീതിപ്പെടുത്തുന്നത് വെച്ചാൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരെണ്ണം ബ്രേക്ക് ആയാൽ മറ്റേയാൾക്ക് വിഷമം വരും എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ 5 പ്രിൻസിപ്പിൾ ഒത്തു കൊണ്ടുപോകണം, എന്നാലേ നല്ല രീതിയിൽ കോഡ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ MROടെ നോക്കണം കേട്ടോ, ഈ സെൻട്രലൈസ്ഡ് കോഡും ബിഹേവിയറോടെ നോക്കണം. അപ്പോൾ 6 അപ്പോൾ ഇത് ബ്രേക്കായി കഴിഞ്ഞാൽ പറഞ്ഞ സോളിഡ് പ്രിൻസിപ്പിൾ മൊത്തത്തിൽ പോയി. അപ്പം സ്പെഷ്യൽ ബിഹേവിയർ കാൾഡ് ക്ലീൻലി എക്സ്റ്റൻഷൻ, അതായത് ക്ലോസ് ഫോർ മോഡിഫിക്കേഷൻ, ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു പ്രിൻസിപ്പിൾ. എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ അങ്ങനെയാണ്. സൂപ്പർ വെൻ യു വോണ്ട് ടു ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റി വിത്തൗട്ട്, എന്ന് വെച്ചാൽ നിങ്ങളുടെ പുതിയ ഫംഗ്ഷനാലിറ്റി എടുക്കാൻ വേണം, എന്നാൽ പഴയതിനെക്കുറിച്ച് അറിയാൻ വേണം, നിങ്ങൾക്ക് പുതിയത് ഉണ്ടാക്കാൻ വേണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സൂപ്പർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സൂപ്പർ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ കോളിംഗ് സമ്മൺ എൽസസ് കോൾ ക്ലാസ് വിത്ത് എ മെത്തേഡ്. ഇപ്പോൾ ഇനിറ്റ് വിളിച്ചാലും നമുക്ക് വേണമെങ്കിൽ എന്ത് മെത്തേഡ് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു എക്സിക്യൂഷൻ സ്റ്റെപ്പ് കൂടെ പറഞ്ഞങ്ങ് നിർത്താം. അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇത് ഞാൻ നേരത്തെ ചോദിച്ചാണ്, വാട്ട് ഇഫ് ദി ഓർഡർ ഓഫ് ഇൻഹെറിറ്റൻസ് ഇസ് ചേഞ്ച്ഡ്. അതായത് അഡ്മിനും കസ്റ്റമറായിട്ടും റീഡേറ്റ് ചെയ്തെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം ഇത്രേ ഉള്ളൂ. ഇത് ചെയ്താണെങ്കിൽ പൈത്തൺ അഡ്മിനിലേക്ക് പോകും, അതിനുശേഷം യൂസർ നെയിം കാട്ട് എന്ന് വെച്ചാൽ ഇത് ക്രാഷ് ചെയ്യുന്നുള്ളത്. നമ്മൾ ക്രാഷ് ചെയ്തു ഓൾറെഡി, അവിടെ നമ്മൾ കീവേഡ് ആർഗ്യുമെൻറ്റ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വി ആർ പ്രിപ്പയറിംഗ് ഫോർ ഇറ്റ് അതർവൈസ് ഇറ്റ് വിൽ ഫെയിൽ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, കീവേഡ് ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് റിപ്ലൈ ചെയ്തു, അതിനനുസരിച്ച് പാരാമീറ്ററും കൊടുത്തു. ബെസ്റ്റ് പ്രാക്ടീസിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് ഈ പറഞ്ഞ എക്സിക്യൂഷൻ ഓർഡർ നോക്കാം. ലെറ്റ്സ് ടേക്ക് ദിസ്. അപ്പോൾ അതിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലിസിറ്റ് കോൾ വരുത്തുന്നില്ല, എല്ലാം സൂപ്പർ ഉപയോഗിച്ചുകൊണ്ട് ആണ് വിളിക്കുന്നതെന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ രണ്ടും കൂടെ കമ്പാരിസണൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് സ്മൂത്താവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കോഡ് എടുത്തു. അപ്പോൾ എന്താ യൂസർ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, സെയിം സാധനം തന്നെ. നേരത്തെ എക്സിക്യൂഷൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ് മനസ്സിലാവും. ലാസ്റ്റ് എക്സിക്യൂഷന് അഡ്മിൻ കസ്റ്റമർ ഈസ് കോൾഡ് അല്ലേ, ആദ്യത്തെ കോൾ ഇങ്ങോട്ടല്ലേ വന്നത്, കാരണം ചൈൽഡ് ഇതാണ്. അപ്പോൾ ചൈൽഡിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, ഈ ചൈൽഡിൽ നിന്നാണ് നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഉറപ്പാണ്. അപ്പോൾ ഇതാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇനിറ്റ് മെത്തേഡാണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിറ്റ് മെത്തേഡിന് എന്താണ്, നമുക്ക് യൂസർ നെയിമും കാർട്ടും ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഇത് രണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, കൊടുത്തു അഡ്മിൻ കസ്റ്റമർ. അപ്പോൾ നമ്മളത് ചോദിച്ചത് നമ്മൾ കൊടുത്തു, കാർട്ടും കൊടുത്തു. അപ്പോൾ നമ്മൾ കൊടുത്തു അല്ലേ. അതിനുശേഷം എന്താണ്, അത് പ്രിൻറ്റ് ചെയ്യണം. എന്ത് അഡ്മിൻ്റെ ഇത് പ്രിൻറ്റ് ചെയ്യുന്നു, കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റാണ്. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം പറയാണ് സൂപ്പറിനകത്തൊരു യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റിനെ കോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് റൺ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ എന്താ അഡ്മിൻ യൂണിറ്റ് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ലൈൻ 102ാമത്തെ ലൈൻ എക്സിക്യൂഷൻ നടന്നു. അതിനുശേഷം 103 നടന്ന എക്സിക്യൂഷൻ ബാക്കി എവിടേക്കോ പോയതാണ്. അതെന്താണ് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നിലത്തെ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ അകത്ത് MR ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് MRO അഡ്മിൻ കസ്റ്റമർ ഡോട്ട് MRO.
അപ്പോൾ ഞാൻ MRO ഫീച്ചർ എടുക്കണം. അപ്പോൾ അടുത്ത ആരാണ് സൂപ്പറിലേക്ക് റീപ്ലേസ് ചെയ്യുന്നത്? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ് റീപ്ലേസ് ചെയ്യുന്നത്. സോ സൂപ്പർ ബിക്കംസ് കസ്റ്റമർ, ഇറ്റ് ഗോസ് ടു കസ്റ്റമർ, ദെൻ കസ്റ്റമർ ഈസ് ടേക്കിംഗ് 3 ആർഗ്യുമെൻറ്റ്സ്, 2 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് 1 കീവേഡ് ആർഗ്യുമെൻറ്റ്. അതിനുശേഷം പറയുന്നു ഇത് പ്രിൻറ്റ് കസ്റ്റമർ ഇനിറ്റ് എന്നാണ്, അതുകൊണ്ടാണ് കസ്റ്റമർ ഇനിറ്റ് പ്രിൻറ്റ് ചെയ്തത്. അതിനുശേഷം പറയുന്നു കാർട്ടിൽ കിട്ടിയ സാധനം ഒരു കാർട്ടിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം പറയാനുള്ള സൂപ്പർ കോൾ ചെയ്യുന്നു. അതിനുശേഷം പറയുന്നു മറ്റൊരു യൂണിറ്റിലൊരു സാധനം ഉണ്ട്, അതുകൂടെ പോയി എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അപ്പോൾ പറയുന്നു മറ്റേ യൂണിറ്റ് എന്താണ്? അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂസർ യൂണിറ്റാണ്. അപ്പോൾ യൂസറിലേക്ക് പോകുന്നു. യൂസർ യൂണിറ്റിൽ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്? ഒരു യൂസർ നെയിമും ഒരു കീവേഡ് ആർഗ്യുമെൻറ്റും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂസർ യൂണിറ്റ് പ്രിൻറ്റ് ചെയ്തത്. യൂസർ യൂണിറ്റ് പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം പറയുന്നു യൂസർ നെയിം, കിട്ടിയ യൂസർ നെയിം സ്റ്റോർ ചെയ്തു. അതിനുശേഷം പറയുന്നു അടുത്ത യൂണിറ്റിലേക്ക് കോൾ ചെയ്യുക. അതെന്ത് ചെയ്തു? സൂപ്പറിലേക്ക്. അപ്പോൾ സൂപ്പർ എന്താണ് അടുത്ത? ഇറ്റ് ഈസ് എൻ അഡ്മിൻ അല്ലേ? അടുത്തത് ഞാൻ അഡ്മിൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അഡ്മിനിലേക്ക് പോകുന്നു. നേരെ അഡ്മിനിലെത്തുന്നു. അഡ്മിനിലേക്ക് ചെന്നതിന് ശേഷം പറയുന്ന യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അത് അഡ്മിൻ യൂണിറ്റ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുന്നു അല്ലേ? അതിനുശേഷം പറയുന്നു അവിടെ പെർമിഷൻസ് സെറ്റ് ചെയ്യുക. കാരണം അഡ്മിൻ പെർമിഷൻ നമ്മൾ കൊടുത്തതല്ല, അത് ഓൾറെഡി ഹാർഡ് കോഡഡാണ്, ഇത് നമ്മൾ പുറത്തുനിന്നെടുക്കുന്നതല്ല. അതിനുശേഷം പറയുന്നു അതിനുശേഷം സൂപ്പർ ഇനിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ സൂപ്പർ എന്താണ്? നെക്സ്റ്റ് വൺ ഈസ് ഓബ്ജക്റ്റ്. അത് പൈത്തൻ്റെ ഫീച്ചറാണ്. അതിനകത്തൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ ഉള്ളൂ. അതിനകത്ത് കൃത്യമായ ഡെഫിനിഷൻ ഒന്നുമില്ല. അതിൻ്റെ യൂണിറ്റ് മെത്തേഡ്, അതുകൊണ്ടാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യാത്തത്. എന്ത് വേണമെങ്കിലും കൊടുക്കാൻ എടുക്കും. സോ ഇറ്റ് ടേക്ക് സംതിങ് ആൻഡ് ദ ഫൈനൽ എക്സിക്യൂഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ പ്രിൻറ്റ് പറഞ്ഞിട്ട് എന്തിനാണ് ഇത്രയും പ്രിൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ പേരൻറ്റിൽ നിന്ന് കിട്ടി വന്ന് അവസാനം പ്രിൻ്റ് ആയതാണ് ഈ ലാസ്റ്റ്. അപ്പോൾ ഈ ഒരു ലൈൻ പോയത് എവിടെയൊക്കെയാണ്? ഈ 3 ക്ലാസ്സിലും പോയി ചെക്ക് ചെയ്തു. ഈ ഒറ്റ ലൈൻ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ പൈത്തൺ പ്രോഗ്രാമിംഗ്. നോ, ദിസ് ഈസ് ഓൾ അബൌട്ട് കോഡിങ്, ദിസ് ഈസ് ഓൾ അബൌട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്. ഇത് എത്ര ഇൻഹെറിറ്റൻസ് ഞാൻ കവർ ചെയ്തു. ഇപ്പോൾ ഒബ്ജക്റ്റ് ക്ലാസ് കഴിഞ്ഞു, ഒബ്ജക്ട്സ് കഴിഞ്ഞു, എൻക്യാപ്സുലേഷൻ കഴിഞ്ഞു, ഇൻഹെറിറ്റൻസ് കഴിഞ്ഞു. ഇനി പോളിമോർഫിസമേ ഉള്ളൂ, 5ാമത്തെ ഫീച്ചർ. അതുകൂടെ കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കഴിഞ്ഞു. നിങ്ങൾ അഡ്വാൻസ്ഡ് ഫീച്ചറാണ് കേട്ടോ, ഇത്രയും ഒന്നും ആരും പഠിപ്പിക്കത്തില്ല. ഇനി നമുക്കിൻ്റെ ബെനിഫിറ്റ്സ് കൂടെ നോക്കിയിട്ട് പോകാം. ഞാനൊരു കാര്യം നോക്കിക്കൊണ്ടിരുന്നതല്ല, ഇതെങ്ങനെ ഇങ്ങനെ അഡ്മിനിലേക്ക് വന്നു ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. യൂസർ ഉണ്ടായിരിക്കുന്നത് അഡ്മിനിൽ നിന്നാണ്. അതെങ്ങനെ വരിക ശരിയാവുന്നത്? സോറി കിട്ടി. അതായത് അഡ്മിൻ കസ്റ്റമർ ഉണ്ടായിരിക്കുന്ന എന്തിൽ നിന്നാണ്? ആദ്യം കസ്റ്റമറിൽ നിന്നുണ്ടായി, പിന്നെ അഡ്മിൻ ഉണ്ടായി അല്ലേ? അപ്പോൾ കസ്റ്റമറിലല്ലേ ആദ്യം പോകേണ്ടത്? ഉറപ്പായിട്ടും. പിന്നെ അതിന് ശേഷമല്ലേ അഡ്മിനെ വിളിച്ചത്? അഡ്മിനിലെ വിളിച്ചു. അപ്പോൾ കസ്റ്റമർ എന്തിൽ നിന്നുണ്ടായതാണ്? യൂസറിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കസ്റ്റമർ ഫ്രം യൂസർ. അപ്പോൾ ഈ എക്സിക്യൂഷൻ ഇവിടെ കഴിഞ്ഞു. എന്തിൻ്റെ? ഈ ഒരു ഒറ്റ പാരാമീറ്റർ, അതായത് ഒറ്റ പേരൻറ്റ് എക്സിക്യൂഷനാണ് ഈ പറഞ്ഞ രണ്ടിടത്തും പോയി ചെക്ക് ചെയ്യുക. അതിനുശേഷം വന്നിട്ട് പറയുന്നത് അഡ്മിനിലൂടെ ചെക്ക് ചെയ്യണം. അത് അഡ്മിനിലേക്ക് പോയി. അത് ഈ ഓർഡർ എപ്പോഴും നോക്കിയിട്ടാണ് പോകുക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞില്ലേ ഷഫിൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഷഫിൾ ചെയ്യുക, അല്ലെങ്കിൽ പണി പാളും. അപ്പം അതിനുശേഷം അഡ്മിൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അഡ്മിൻ വിളിക്കുന്നത് എന്താണ്? യൂസറിൽ നിന്നുണ്ടായതാണ് അല്ലല്ലോ, സോറി, അഡ്മിൻ ഉണ്ടായിരിക്കുന്നത് എവിടെ നിന്നാണ്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പേരൻറ്റിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. സോ ഫൈനൽ എക്സിക്യൂഷൻ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വളരെ കോൺഫിഡൻ്റ് ഉള്ളൊരു എപ്പിസോഡാണിത്. 1 മണിക്കൂറുണ്ട്, കണ്ടേ തീരത്തുള്ളൂ, മതിയാ എന്ന് വെച്ചാൽ നിർബന്ധമാണ് ഇൻഹെറിറ്റൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? പ്രാക്ടീസ് എന്താണ്? ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും യൂസറിൽ ഡിപ്പെൻഡ് ചെയ്യുക, സൂപ്പറിൽ ഡിപ്പെൻഡ് ചെയ്യുക. എക്സ്പ്ലിസിറ്റ്ലി നിങ്ങൾ ഒരിക്കലും പാരൻറ്റിനെ റെഫർ ചെയ്യാൻ പാടില്ല, നിർബന്ധം. നിങ്ങൾക്കറിയാലോ, ആ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ MROയുടെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റത്തെ ചൈൽഡിനെ എടുക്കുക, അവസാനത്തെ ചൈൽഡിനെ എടുത്തിട്ട് അതിൻ്റെ MRO നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പറഞ്ഞ റൂട്ട് വന്നേക്കുന്നത് മനസ്സിലാവും. നിങ്ങൾക്ക് ആ DNA കിട്ടണമെങ്കിൽ ഒരു ലാസ്റ്റത്തെ ചൈൽഡിനെ എടുക്കുക, എന്നിട്ട് നിങ്ങൾ MRO എടുക്കുക. അതുപോലെ എക്സ്പ്ലിസിറ്റ് കോളുകൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ MRO എപ്പോഴും റെസ്പെക്ട് ചെയ്യുക. ഓൾവേസ് കോൾ സൂപ്പർ ഈവൻ ഇഫ് നോ അതുകൊണ്ടല്ല നമ്മൾ ലാസ്റ്റ് സൂപ്പർ വിളിച്ചത്. കാരണം എന്താ, നമ്മൾ നേരെ പോയത് എന്താ ഒബ്ജക്റ്റിലേക്കല്ലേ, അവിടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ തന്നെ നമ്മൾ സൂപ്പർ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇനി ഇൻഹെറിറ്റൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ ഉപയോഗിക്കാതെ ചെയ്യരുത് എന്നതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അതാണ് ബെസ്റ്റ് പ്രാക്ടീസസും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് റിയലി യൂസ്ഫുൾ. ആർക്കെങ്കിലും ഇത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കൊടുത്ത് ചലഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവില്ല എന്ന് പറയുന്ന ആളെ എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. സോ കഴിഞ്ഞു. ഞാനിത് ഇൻഹെറിറ്റൻസ് ഞാൻ പഠിപ്പിക്കണമെന്നൊക്കെ ഡൗട്ട് അടിച്ചിരുന്ന സാധനം. ഇത് ഞാൻ പഠിച്ചെടുത്തത് ഇന്നലെ കേട്ടോ, ഉള്ളവരല്ല, ഇന്ന് രാവിലെയാണ് പഠിച്ചെടുത്തത്. ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ലാസ്റ്റത്തെ ഈ ഒരു എക്സിക്യൂഷൻ ഹൈറാർക്കി നോക്കിയത്. എന്നോട് പറഞ്ഞെന്തറിയോ ChatGPT, നിങ്ങൾ പൈത്തൺ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. യു ഹാവ് ടു ലേൺ ദി ബിഹൈൻഡ് ദ സീൻസ്. അതാണ് നമ്മൾ പറഞ്ഞത്. വൈപ്പ് കോഡ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുന്ന കാര്യത്തിൽ അപ്പോൾ നിങ്ങളറിയത്തില്ല ഇതെങ്ങനെ വന്നടേ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ തല ചൊറിയോടെ ഇരുന്നിട്ട്. കാരണം ഈ പറഞ്ഞ ഓർഡർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ
യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ് കേട്ടോ. അപ്പോൾ MRO പഠിച്ചിരിക്കുക, സൂപ്പർ ഉപയോഗിക്കുക. ഇൻഹെറിറ്റൻസ് ഇസ് ദാറ്റ് ഓൾ അബൌട്ട്. ഇത് നിങ്ങൾ മറ്റുള്ള ലാംഗ്വേജ്, ഞാൻ ജാവയൊന്നും പറയുന്നില്ല, ജാവയൊക്കെ എല്ലാം അടിപൊളി ലാംഗ്വേജാണ്. പക്ഷേ നിങ്ങളതല്ല, ലോജിക് മാറ്റേഴ്സ്. ഈ ലോജിക്ക് നിങ്ങൾ ഇനി എഴുതണമെങ്കിൽ എത്ര കൊല്ലം എടുക്കും? ഞാൻ എഴുതിയൊന്നുമല്ല, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഡിസൈൻ പ്രിൻസിപ്പിൾ എത്രയേ ഉള്ളൂ. ഡിസൈൻ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്. എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എപ്പോഴും അൽഗോരിതം എഴുതി തുടങ്ങുക. ഡിസൈൻ പ്രിൻസിപ്പിൾ ഒന്നാമത്തെ എന്താണ്? ക്രിയേറ്റ് എ ബേസ് ക്ലാസ്. എപ്പോഴും ബേസ് ക്ലാസ് ഉണ്ടാക്കി വെക്കുക. എന്ന് വെച്ചാൽ എന്താണ്? ബേസ് ക്ലാസ്സിനകത്ത് നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്ന ബേസ് ക്ലാസ്സിലായിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചിൽഡ്രൻസ്, കുട്ടികളുണ്ടാക്കി തുടങ്ങുക. കുട്ടികൾ എന്താണ്? വിത്ത് കസ്റ്റം ബിഹേവിയർ. അപ്പം വ്യത്യസ്തമായ കൾച്ചറുകൾ പഠിപ്പിച്ചുകൊണ്ട് വളർത്തുക. അതിനുശേഷം എന്ത്? കുട്ടികളിൽ നിന്ന് കുട്ടികൾ ഉണ്ടാക്കുക. ക്രിയേറ്റ് ചിൽഡ്രൻ ഫ്രം ചിൽഡ്രൻ. ഓക്കെ, അതിന് ഓരോരുത്തർക്കും ഓരോ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിനകത്തെന്ന് വെച്ചാൽ സിംഗിൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള സോളിഡ് പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. ഓപ്പൺ ഫോർ മോഡിഫിക്കേഷൻ, ക്ലോസ് ഫോർ മോഡിഫിക്കേഷൻ, ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം രണ്ടാമത് വരുന്നുണ്ട്. ലിസ്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അത് വരുന്നത് ഞാൻ പഠിച്ചിട്ട് ഞാൻ പറയാം. പിന്നെ ഇൻ്റർഫേസ് അഗ്രിഗേഷൻ, അത് ഇൻ്റർഫേസ് അഗ്രിഗേഷനകത്ത് വരുന്നുണ്ട്. ഇനി അടുത്ത പോളിമോഫിസം ഇതിനകത്ത് കവറാവും. ഈ പറഞ്ഞ സാധനം മനസ്സിലായിട്ടെങ്കിൽ പോളിമോഫിസം വളരെ സിമ്പിളാണ് കേട്ടോ. ഡി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി ഇൻവേർഷൻ. നിങ്ങൾ ഒരിക്കലും ഒരിടത്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ ചൈൽഡ് എപ്പോഴും കസ്റ്റമൈസ്ഡ് ആണ്. നിങ്ങളുടെ പേരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പേരൻറ്റിൻ്റെ ബേസ് ക്ലാസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചുണ്ടാക്കുക. ദിസ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് യു വിൽ ബി ഇൻ എ മാസ്റ്റർ ഓഫ് ഇറ്റ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വളരെ നല്ലതാണ്. അതിനുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാത്തിനും ഉണ്ട്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ ഈ ഒരു സാധനം നിങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉപയോഗിക്കരുത്. കാരണം ഇത് വലിയ കോംപ്ലക്സ് സാധനമാണ്. ഈ സാധനം നിങ്ങൾ ചെറിയ കാര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഓവർ എഞ്ചിനീയർ ചെയ്യുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അധിക പണി ചെയ്യിപ്പിക്കുക. എന്ന് വെച്ചാൽ ചെറിയൊരു പേന ഉണ്ടാക്കാൻ വേണ്ടി വലിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സർക്യൂട്ടൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. സിമ്പിൾ കാര്യത്തിന് വേണ്ടിയിട്ട് പൈത്തൻ്റെ മറ്റേ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങോ പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങോ ഉപയോഗിക്കുക. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് ഉപയോഗിക്കാം. റിയൽ യൂസ് ഒബ്ജക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലേക്ക് വരിക. ദ ലൈഫ് വിൽ ബി മോർ സ്മൂത്ത് ആൻഡ് യു വിൽ എൻജോയ് കോഡിങ്. ഞാൻ എത്ര പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക. അൽഗോരിതം എഴുതി തുടങ്ങുക. അപ്പം കോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിപ്പെൻഡബിളാണ്. നിങ്ങൾ ഫങ്ഷണാലിറ്റി എടുത്തുകൊണ്ട് പോവുക, ലോജിക്ക് ഉണ്ടാക്കുക. ദാറ്റ്സ് ഓൾ. അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.